ശാന്തി പാഠം ജപിച്ചിരിക്കുന്നൊരൻ പാവമസ്ത്രക്കുരുന്നു ദൈന്യം. മഹാഗുരു സ്വീകരിച്ചാലും ഇതാ നാക്കിലയൊന്നിലൻ വാക്കിൻ പെരുവിരൽ. ശാന്തി പാഠം ജപിച്ചിരിക്കുന്നൊരൻ പാവമസ്ത്രക്കുരുന്നു ദൈന്യങ്ങൾ. ജാരനെന്ന അപഹാസമേറ്റോരാവനാഴിതൻ കിരാതമൗനവും ഞാണഴിച്ചലസം മയങ്ങും ഒരു കാട്ടുവില്ലിൻ തിരുമുൽ കാഴ്ചകൾ. മഹാഗുരു സ്വീകരിച്ചാലും ചിരം ഞങ്ങൾക്കിതേ പഴക്കം. ഗുരുശാസനയ്ക്കപ്പുറം കാടില്ല പോകുവാൻ, ഗുരുശാസനയ്ക്കപ്പുറം പാടില്ല പോകുവാൻ. കാടുകേറുന്ന നീതിബോധങ്ങൾക്ക് ഭീതിയേതുമില്ലാതെ വാണിടുവാൻ പാവമെങ്ങൾ ഉപേക്ഷിച്ചിടുന്നിരീ കാടും തേടിയിറങ്ങട്ടെ വൃക്ഷവേരുകൾ. ജീവൻ വെടിയാത്ത നഗ്നമേടുകൾ പൊടിപ്പിൽ പ്രതീക്ഷ തൻ വർഷമേകി വളർത്തിയെടുക്കുവാൻ കാടിന്റെ വിത്തുകൾ. പൊടിപ്പിൽ പ്രതീക്ഷ തൻ വർഷമേകി വളർത്തിയെടുക്കുവാൻ കാടിന്റെ വിത്തുകൾ. മഹാഗുരു രാത്രിയാണിരവിലില്ല യാത്രാമൊഴി. മഴക്കാറുറക്കമാണ് അറിവറ്റ പൈതൽ പോൽ. മഴക്കാറുറക്കമാണ് അറിവറ്റ പൈതൽ പോൽ. ദിസ് ഇസ് മൈ FM 99.7. നമ്മളാം പൂക്കാലം അറിവിന്റെയും വിനോദത്തിന്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അതേ ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM. മൈ FM 99.7 റീഡിംഗ് ടൈമിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് RJ ഷായുടെ ശബ്ദമാണ്. ഇന്ന് പ്രിയപ്പെട്ട ലൂയിസ് പീറ്ററുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനൊപ്പം സന്തോഷ് മലയാറ്റിലിന്റെ രചനകളുമായി നിങ്ങളോടൊപ്പം ചേരുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സ്നേഹപുരസരം മൈ FM 99.7 നമ്മളാം പൂക്കലം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ലൂയിസ് പീറ്ററുടെ ശബ്ദമാണ് നിങ്ങൾ പശ്ചാത്തലത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്നേഹനിർഭരതകൾ പകർന്ന, ഒരുപാട് പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ലൂയിസ് പീറ്റർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ മൈ FM 99.7 നമ്മളാം പൂക്കാലം ഒരിക്കൽ കൂടി സ്നേഹത്തോടു കൂടി ശിരസുകൾ നമിക്കുകയാണ്. വ്യക്തിപരമായി എന്നെ സ്നേഹം കൊണ്ട് നിറച്ചിട്ടുള്ള മനുഷ്യനാണ്. ഒരുപാട് ഭക്ഷണം വാങ്ങി തന്നിട്ടുള്ള, ഒരുപാട് കാലം കൂടെ ഒന്നിച്ച് യാത്ര ചെയ്യാൻ, ഒന്നിച്ചുറങ്ങാൻ, ഒന്നിച്ച് സ്നേഹം പങ്കുവയ്ക്കാൻ, അദ്ദേഹത്തിൻ്റെ വരികൾ കേൾക്കാൻ, അദ്ദേഹത്തിൻ്റെ ചിന്താധാരകൾ പങ്കുവയ്ക്കാനൊക്കെ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സുഹൃതമായി ഞാൻ കരുതുന്നു. ഇന്നും സലീം ചേനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സലീം ചേനം ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ നൽകിയിട്ടുള്ള സ്നേഹ സാമീപ്യത്തിൻ്റെ ഊർജത്തിലാണ് ഇന്നും ഞാനെന്ന മനുഷ്യൻ ലോകത്ത് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഒമാനിലെ സലാലയിൽ നിൽക്കുമ്പോഴും ഈ ഒരു പ്രവാസ ജീവിതത്തിനിടയിലും നിങ്ങളോടൊപ്പം സ്നേഹത്തോടു കൂടി ഇതൊക്കെ പങ്കുവയ്ക്കാനാവുന്നത്, കവിതകളെക്കുറിച്ച് വാചാലനാകാൻ കഴിയുന്നതൊക്കെ സലീം നൽകിയ സൗഹൃദം. ലൂയിസ് പീറ്റർ പോലെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന പ്രിയപ്പെട്ട ഒരു കവി, അല്ലെങ്കിൽ ഒരു അച്ഛനെ പോലെ. ഞാനിന്ന് ഡോളി മാമയുമായിട്ട് സംസാരിച്ചിരുന്നു. പ്രിയപ്പെട്ട ലൂയിസ് പീറ്ററുടെ ഭാര്യയുമായിട്ട് ഞാനിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഡോളി മാമയായിട്ട് ഇപ്പോൾ വരും ദിവസങ്ങളിൽ വിനോദ് ശങ്കറിന് അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ വരുന്ന ദിവസങ്ങളിലാണ് അവാർഡ് നൈറ്റ് നടക്കുന്നത് തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച്. എന്തായാലും ഏറെ സ്നേഹത്തോടു കൂടി തന്നെ നിങ്ങളെയൊക്കെ ഇങ്ങനെയൊരു പരിപാടിയിലൂടെ കാണാൻ കഴിയുന്നതിൽ, പങ്കെടുക്കാൻ കഴിയുന്നതിൽ, ലൂയിസ് പീറ്ററുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കഴിയുന്നതിൽ, ഒപ്പം സന്തോഷ് മലയാറ്റിലിൻ്റെ രചനകൾ പങ്കുവെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുകൂടുന്നത്. ആദ്യം തന്നെ പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൽ ഒരു ലഹരി വിരുദ്ധ ദിനത്തിൽ എഴുതിയ ഒരു രചന ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കാം. അമാവാസിയിലും നമ്മൾക്ക് പൗർണമി എന്ന പ്രതീക്ഷ, കലഹിക്കുന്തോറും പുനർജനിക്കുന്ന നിന്റെ പിണക്കങ്ങളുടെ ലഹരിയിൽ നുരഞ്ഞു പൊങ്ങുന്ന രതിയുടെ ദ്രുതതാളങ്ങൾ. കലഹിക്കുന്തോറും പുനർജനിക്കുന്ന നിന്റെ പിണക്കങ്ങളുടെ ലഹരിയിൽ നുരഞ്ഞു പൊങ്ങുന്ന രതിയുടെ ദ്രുതതാളങ്ങൾ. അപ്രതീക്ഷിതമായ വേലിയേറ്റങ്ങളിൽ
തീരം നനയ്ക്കുന്ന തിരയുടെ ഭ്രാന്തമായ കിതപ്പുകളും കുതിപ്പുകളും നമുക്ക് മാത്രം സ്വന്തം. പെണ്ണേ, ഉറവറ്റാത്തൊരു ലഹരിയായി ജീവിതത്തിൽ നീ നിറയുമ്പോൾ ഞാൻ എങ്ങനെ ലഹരി വിരുദ്ധനാകും? ഉറവറ്റാത്തൊരു ലഹരിയായി ജീവിതത്തിൽ നീ നിറയുമ്പോൾ പെണ്ണേ ഞാൻ എങ്ങനെ ലഹരി വിരുദ്ധനാകുമെന്ന് എഴുതിയാണ് സന്തോഷ് മലയാളത്തിൻ്റെ ആ രചന അവസാനിക്കുന്നത്. പ്രിയപ്പെട്ട ബിജു അബ്ദുൽ അസീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ബിജു അബ്ദുൽ അസീസിനെയും സലീം ചേനത്തിനെയും ഓരോ പ്രിയപ്പെട്ടവരെയും നിറഞ്ഞ സ്നേഹത്തോടു കൂടി MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ലൈവിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ പറയാൻ കഴിയുന്നത്, വളരെ സജീവമായി തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന M ബഷീർ പങ്കുവെച്ച ഒരു രചനയുണ്ട്. അടക്കിപ്പിടിച്ചിരിക്കുന്നതിലെ അതിനിഗൂഢമായ കലയെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അടക്കിപ്പിടിച്ചിരിക്കുന്നതിൽ അതിനിഗൂഢമായൊരു കലയുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിലോ കാലിലോ കണ്ണിലോ കരളിലോ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവുണ്ടെന്ന് കരുതുക. നോവിൻ്റെ പൽചക്രങ്ങളിൽ ഞെരിഞ്ഞമരുമ്പോഴും ചോരപ്പാടുകൾ പുറത്തു കാണിക്കാതെ അതിവിദഗ്ധമായി ചുണ്ടിലൊരു മൃദുമന്ദഹാസത്തിൻ്റെ ചെമ്പകപ്പൂ വിരിയിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ അതിൽ അനിർവചനീയമായൊരു കലയുണ്ട്. പ്രിയപ്പെട്ട നൗഷാദ് റാവുത്തർ അബ്ഹ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട നൗഷാദ് റാവുത്തർ സലാലയിലെ ഒമാനിലെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹം അമ്പ ഒരു പിൻകുറിപ്പ് എന്ന സന്തോഷ് മലയാറ്റിൻ്റെ ഒരു രചനയാണ് പങ്കുവയ്ക്കുന്നത്. ആഴത്തിൽ മുറിവേൽക്കുമ്പോൾ ആയുധത്തിൻ്റെ മൂർച്ചയിലേക്ക് പരക്കുന്ന ചുമപ്പിന് ഒരു ഭാഷയാണ്. ആഴത്തിൽ മുറിവേൽക്കുമ്പോൾ ആയുധത്തിൻ്റെ മൂർച്ചയിലേക്ക് പരക്കുന്ന ചുമപ്പിന് ഒറ്റ ഭാഷയാണ്. തീർച്ചയായും MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ലൈവിൽ വളരെ സ്നേഹപുരസ്സരം ഒത്തുകൂടുന്ന ഓരോ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹം അറിയിക്കുകയാണ് MyFM. അതോടൊപ്പം തന്നെ MyFMൻ്റെ ഈ ഒരു ലൈവിൽ രചനകൾ പങ്കുവെച്ച് നൽകുന്ന പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹവും, നിങ്ങൾ പങ്കുവയ്ക്കുന്ന രചനകളും, ഒപ്പം സന്തോഷ് മലയാറ്റിലിൻ്റെ രചനകളും, അതോടൊപ്പം ഇന്ന് നമ്മൾ ഓർമ്മിക്കുന്ന പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ഒട്ടനവധി ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള എഴുത്തുകാരൻ പ്രിയപ്പെട്ട ലൂയിസ് പീറ്ററുടെ ഓർമ്മകളും പങ്കുവെച്ചുകൊണ്ടാണ് ഇന്നത്തെ MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ലൈവ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഏറെ സ്നേഹത്തോടെ ഓരോ പ്രിയപ്പെട്ടവരെയും വളരെ നിറഞ്ഞ ഹൃദയത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ദിസ് ഇസ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ലൈവിൽ പങ്കുവയ്ക്കാനുള്ളത് പ്രിയപ്പെട്ട നൗഷാദ് റാവുത്തർ പങ്കുവെച്ച അമ്പ ഒരു പിൻകുറിപ്പ് എന്ന പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൻ്റെ രചനകളാണ്. ആഴത്തിൽ മുറിവേൽക്കുമ്പോൾ മൂർച്ചയിലേക്ക് പരക്കുന്ന ചുവപ്പിന് ഒറ്റ ഭാഷയാണ്. മനുഷ്യനെന്ന അഭിമാനത്തിൽ നിന്ന് 3 വരെ എണ്ണാൻ കഴിയാത്ത ജാള്യത മുഖത്ത് പരക്കുമ്പോൾ പൂർണ്ണമായി എത്തിയ 2-ൽ ഒരാണും പെണ്ണുമുണ്ട്. 3-ാമത്തെ പേരിൽ ഞാനുണ്ടായിരുന്നിട്ടും ഞങ്ങൾ ഇപ്പോഴും 2-ൽ തന്നെ. മതമെന്ന വിശുദ്ധിയുടെ മിനുസമുള്ള കുപ്പായങ്ങളിൽ കയറിയിരിക്കുമ്പോൾ നിങ്ങൾ നാവുകൊണ്ട് ആട്ടിയകറ്റുകയും ദൃഷ്ടി കൊണ്ട് തട്ടിമാറ്റുകയും ചെയ്യുന്ന ദുശഗുണത്തിന് ഞാൻ സാക്ഷിയാണ്. കുഞ്ഞു വയസ്സിൽ അമ്മ കളിക്കാൻ തന്ന കളിപ്പാവയെ കണ്ണെഴുതിച്ചു. പൊട്ടുകുത്തി സുന്ദരിയാക്കിയിട്ടും മാറാത്ത നിർവികാരിതയാണെൻ്റെ പ്രാണന്റെ മുറിവുകൾ. രാജനീതിയുടെ ചെങ്കോലേന്തിയവർക്ക് പകുത്തു നൽകിയ ജന്മത്തിന് തിരിച്ചറിവുകളുടെ വിഷം പുരട്ടിയ അസ്ത്രങ്ങളെക്കാൾ മൂർച്ചയുണ്ടായിരുന്നു. പ്രണയത്തിൻ്റെ മുറിവുകൾ മുളപൊട്ടുന്ന പുനർജനിയിലും അസ്ത്രത്തിൻ്റെ മുനയിൽ പിടഞ്ഞു വീഴുന്നൊരു ജീവനിൽ കുരുക്ഷേത്രം നിശുദ്ധമാകും. എന്നെ മുന്നിൽ നിർത്തി യുദ്ധം ജയിച്ചവൻ്റെ പൈതൃകത്തിലാണ് നിങ്ങളുടെ മുഖത്തെ ഇനിയുള്ള ശേഷിച്ച ചിരികൾ. എന്നെ മുന്നിൽ നിർത്തി യുദ്ധം ജയിച്ചവൻ്റെ പൈതൃകത്തിലാണ് നിങ്ങളുടെ മുഖത്തെ ഇനിയുള്ള ശോഷിച്ച ചിരികളെന്നാണ് പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൽ പങ്കുവയ്ക്കുന്ന ആ രചനയുടെ ആഴങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ചിന്ത. ഹാപ്പി ടു ഹിയർ എന്ന് പ്രിയപ്പെട്ട ആകെ അറിയിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച നമ്മൾ പങ്കുവെച്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിട്ടുള്ള വരികളുടെ എഴുത്തുകാരനാണ് ആകെയുടെ പ്രകാശനത്തെക്കുറിച്ചും ഞാൻ കഴിഞ്ഞ ലൈവിൽ സൂചിപ്പിച്ചിരുന്നു. ഏറെ സ്നേഹത്തോടെ പ്രിയപ്പെട്ട ആകെ MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ
ഈ ലൈവിലേക്ക് നിറഞ്ഞ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള, ഒരുപാട് സൗഹൃദങ്ങൾക്ക് അറിയാവുന്ന MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഒരു RJ എന്നുള്ള രീതിയിലൊക്കെ എത്തുന്നതിന് മുമ്പ് ഒരു യാത്രികനായിരുന്ന, ഒരുപാട് സൗഹൃദങ്ങളുമായി ചേർന്ന് ഒരുപാട് കവിതാ പ്രകാശനങ്ങളിൽ, ഒരുപാട് സൗഹൃദ സദസ്സുകളിൽ, ഫെസ്റ്റിവലുകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഏറെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന പ്രിയപ്പെട്ട ലൂയിസ് പീറ്ററുടെ ഓർമ്മ, അതോടൊപ്പം തന്നെ സ്വപ്നാടനത്തിലൂടെ ഞാൻ പരിചയപ്പെട്ട, സ്വപ്നാടനം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഞാൻ പരിചയപ്പെട്ട പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൽ എന്ന ചന്തുവിൻ്റെ രചനകൾ ഒരു ലൈവിലോ 2 ലൈവിലോ ഒന്നും പങ്കുവെച്ചാൽ തീരുന്നതിൽ അധികം രചനകളുണ്ട്. അദ്ദേഹം അത്രത്തോളം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന, വളരെ സ്നേഹത്തോടു കൂടി ഓരോ എഴുത്തുകാരെയും കുറിച്ച്, OV വിജയനെക്കുറിച്ച്, ചലച്ചിത്രകാരൻ പത്മരാജനെക്കുറിച്ച്, ഈ അയ്യപ്പനെക്കുറിച്ച്, കാലഘട്ടങ്ങൾ അടയാളപ്പെടുത്തുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കുറിച്ച് എല്ലാ കാലത്തും വളരെ സ്നേഹനിർഭരതയോടുകൂടി നമ്മളോടൊപ്പം പങ്കുവയ്ക്കാറുള്ള ആളാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു രചന പങ്കുവയ്ക്കുന്ന, അദ്ദേഹവുമായി സ്നേഹം പങ്കുവയ്ക്കാൻ കിട്ടുന്നൊരു അവസരം എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ രചനകൾ പങ്കുവയ്ക്കാനാവുന്നതിലുള്ള നിറഞ്ഞ സന്തോഷം, അദ്ദേഹത്തോട് ഉള്ള സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനയിലേക്ക് പോകാം. വായനയെക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ എഴുതി, ഖലീൽ ജിബ്രാനുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം അത് എഴുതിയത്. അയാൾ യാത്രയിലായിരുന്നു. തോൾ സഞ്ചിയിൽ 3 പുസ്തകങ്ങൾ. വിരസത നിറഞ്ഞ ദിനത്തിൽ വായിക്കാൻ അയാൾ ജിബ്രാനെ തിരഞ്ഞിട്ടുണ്ടാവണം. ലെബനോൺ താഴ്വരകളിൽ വീശുന്ന കാറ്റിൻ്റെ പ്രണയ സുഗന്ധം നുകരാൻ വീണ്ടും മോഹം. പ്രിയപ്പെട്ട ബീന റേച്ചൽ നിജു എന്ന എഴുത്തുകാരി പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ എത്തി ഹായ് അറിയിക്കുന്നുണ്ട്. പ്രണയ ദിനത്തിൽ എന്ന നമ്മുടെ സന്തോഷ് മലയാറ്റിൻ്റെ രചന പങ്കുവയ്ക്കുന്നുണ്ട്. വായന എന്ന സന്തോഷ് മലയാറ്റിൻ്റെ രചന പങ്കുവച്ച ശേഷം തീർച്ചയായും ബീന റേച്ചൽ നിജു പങ്കുവച്ച പ്രണയ ദിനത്തിൽ എന്ന രചനയിലേക്ക് നമ്മളെത്തും. അയാൾ യാത്രയിലായിരുന്നു. തോൾ സഞ്ചിയിൽ 3 പുസ്തകങ്ങൾ. വിരസത നിറഞ്ഞ ദിനത്തിൽ വായിക്കാൻ അയാൾ ജിബ്രാനെ തിരഞ്ഞിട്ടുണ്ടാവണം. ലെബനോൺ താഴ്വരകളിൽ വീശുന്ന കാറ്റിൻ്റെ പ്രണയ സുഗന്ധം നുകരാൻ വീണ്ടും മോഹം. വായിച്ചിട്ടില്ലെന്നറിഞ്ഞപ്പോൾ നിനക്കു വേണ്ടിയാണ് വീണ്ടും ജിബ്രാനിലേക്ക് തന്നെ മിഴി നിവർത്തിയത്. യാത്രയിൽ മിഴികൾ ഉയർത്താതെ പ്രണയത്തിൻ്റെ വിശുദ്ധമായ പ്രാർത്ഥനയിൽ നിന്നെയും ചേർത്തു പിടിക്കുന്നു. നേരിയ മഴ. നിറയെ പൂത്തു നിൽക്കുന്ന ഇലഞ്ഞിമരത്തിൽ വയനാടൻ കാറ്റിൻ്റെ ഇന്ദ്രജാലം. കൊഴിഞ്ഞു വീണ ഓരോ പൂവും നനഞ്ഞ മണ്ണിൽ സുഗന്ധ ചിത്രമെഴുതി. പിന്നെ വായിച്ച ഓരോ വരികളിലും നീ തന്നെ. ഇപ്പോൾ ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നു. ഒരിക്കൽ നീ എന്നോട് ചോദിക്കും, എൻ്റെ ജീവിതമോ നിന്റെ ജീവിതമോ പ്രധാനമെന്ന്. ഞാൻ പറയും എൻ്റേതെന്ന്. അപ്പോൾ എൻ്റെ ജീവിതം നീ തന്നെയാണെന്നറിയാതെ നീ നടന്നകലുമെന്നെഴുതിയാണ് ഖലീൽ ജിബ്രാനെ വായിക്കുന്നു എന്ന പ്രിയപ്പെട്ട സന്തോഷ് മലയാളത്തിൻ്റെ ആ രചന അവസാനിക്കുന്നത്. നിറഞ്ഞ സ്നേഹത്തോടു കൂടി ബീനാൽ റേച്ചൽ നിജുവിനെ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ആകെ എല്ലാ സുഹൃത്തുക്കളെയും, ചാരു കേട്ടുകൊണ്ടിരിക്കുന്നു, പ്രിയപ്പെട്ട ചാരുവിനെയും സ്വാഗതം ചെയ്യുകയാണ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ലൈവിൽ കവിത പങ്കുവെച്ച പ്രിയപ്പെട്ട നൗഷാദ് റാവുത്തറോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സലീം ചനുവും ബിജു അബ്ദുൽ അസീസും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രിയപ്പെട്ടവരെയും MyFM 99.7 നമ്മളാം പൂക്കാലം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സുബിൻ ദാസ് ഇവിടെ ഒറ്റുകാരുടെ സുവിശേഷം എന്ന ഒരു രചന പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൻ്റെ ഒറ്റുകാരുടെ സുവിശേഷം എന്ന രചന പങ്കുവയ്ക്കുന്ന സുബിൻ ദാസ് വടകരയിലെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി നടത്തുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ഒപ്പം ഷൈലൂട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ശൈലേഷ് പട്ടാമ്പി എന്ന മികച്ച എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കുട്ടികൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി ഒട്ടനവധി ചരിത്ര സംഭവങ്ങളുടെ വളരെ രസകരമായ അവതരണങ്ങളൊക്കെ യൂട്യൂബിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ശൈലേഷ് പട്ടാമ്പിയെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ബീന റേച്ചൽ നിജു പങ്കുവെച്ച പ്രണയദിനത്തിൽ എന്ന രചനയിലൂടെ സഞ്ചരിക്കാം. ജീവനെ ഓരോ പിണക്കത്തിലും നമ്മൾ നനയാതെ ബാക്കി വെച്ചൊരു നിശ്വാസം. ജീവനെ ഓരോ പിണക്കത്തിലും നമ്മൾ
ദിസ് ഇസ് മൈ FM 99.7 നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അതെ, ഇതൊരു കിടിലൻ നല്ല വൈറൽ FM. ആകെ ഇവിടെ റിയൽ ടോക്ക് എന്ന് അറിയിക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി പ്രിയപ്പെട്ട ആകെയും സ്വാഗതം ചെയ്യുകയാണ്. ആകെയോടുള്ള സ്നേഹം പങ്കുവെച്ചുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ബീന റേച്ചൽ നിജു പങ്കുവെച്ച രചനയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അതോടൊപ്പം ഒട്ടനവധി സുഹൃത്തുക്കൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശൈലാഷ് പട്ടാമ്പി സാക്ഷികൾ എന്ന രചന പങ്കുവെക്കുന്നുണ്ട്. ഒറ്റുകാരുടെ സുവിശേഷം എന്ന രചനയാണ് പ്രിയപ്പെട്ട സുബിൻ ദാസ് പങ്കുവെക്കുന്നത്. തീർച്ചയായും ഏറെ സ്നേഹത്തോടു കൂടി ഇവിടെ ഒത്തുകൂടുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ബീന പങ്കുവെച്ച രചനയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. അത്ര വികാര നിർഭരവും എന്നെ മാനസികമായി വല്ലാതെ സ്പർശിച്ചതുമായിട്ടുള്ള രചനയാണ് ബീന പങ്കുവെച്ച ആ ഒരു രചന. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്ക് ഞാനൊരു ഇടവേള എടുത്തത്. തീർച്ചയായും ബീനയുടെ രചനയിലേക്ക് നമുക്ക് പോവാം. ബീന വളരെ ഭംഗിയായി തന്നെ എഴുതുന്ന ഒരാളാണ്. ബീന സന്തോഷ് മലയാറ്റിലിൻ്റെ പ്രണയദിനത്തിലാണ് പങ്കുവയ്ക്കുന്നത്. സുബിന്ദ സ്നേഹം അറിയിക്കുന്നുണ്ട്. ജീവനെ ഓരോ പിണക്കത്തിലും നമ്മൾ നനയാതെ ബാക്കി വെച്ചൊരു നിശ്വാസം, പറഞ്ഞു തീരാത്ത പരിഭവങ്ങളിൽ ഊതി വീർപ്പിച്ച മുഖവുമായി മറുവാക്കുമിണ്ടാതെ നീ നടന്നുപോയ പാതയിൽ വീണുടഞ്ഞ വളപ്പൊട്ടുകൾ, ചുണ്ടിലെ മന്ദഹാസം മായും വരെ നീലജാലകച്ചിലിൽ നിലാവ് വരച്ചിട്ട പ്രണയചിത്രങ്ങൾ, മുറികൂടാത്ത മൗനത്തിൻ്റെ ആഴം തിരഞ്ഞ് നിന്നിലേക്കു മാത്രം മിഴിനട്ടിരുന്ന രാവുകൾ, സാന്ത്വനത്തിൻ്റെ മഴമേഘങ്ങളിൽ പൊടിയുന്ന തോരാത്ത മഴനൂലുകളിൽ നിറഞ്ഞു കവിയുന്ന സ്നേഹത്തിൻ്റെ കൊച്ചരുവികൾ. അതേ, കാലം മായികമായ വർണ്ണനകളിൽ പ്രണയമെഴുതി കീറിയെറിഞ്ഞ കടലാസു തുണ്ടുകൾക്കിടയിലും മാനം കാണാതെ സൂക്ഷിച്ച മയിൽപ്പീലി തുണ്ടിലും കടും ചുവപ്പടിഞ്ഞ മഞ്ചാടി മണികളിലും ഓർമ്മയെന്ന് കുറിക്കുമ്പോൾ യൗവനത്തിൽ മാത്രം തിരിച്ചറിഞ്ഞ വസന്തങ്ങളുടെ ചുമപ്പിൽ ഇനിയും പ്രണയമെന്ന് മാത്രം എഴുതുന്നു എന്നെഴുതിയാണ് പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിലിൻ്റെ ബീന പങ്കുവെച്ച ആ രചന അവസാനിക്കുന്നത്. ഏറെ സ്നേഹത്തോടു കൂടി ഷമ്മി കൊട്ടാരക്കരക്കാരനെയും VKV എന്ന പ്രിയപ്പെട്ട വിനോദിനെയും സ്വാഗതം ചെയ്യുകയാണ് മൈ FMൻ്റെ ഈ ലൈവിലേക്ക്. സുബിൻ ദാസ് പങ്കുവെച്ച ഒറ്റുകാരുടെ സുവിശേഷം എന്ന രചനയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. തീർച്ചയായും ഒട്ടനവധി ചെറു രചനകളിലൂടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് പ്രിയപ്പെട്ട ചന്തു എന്ന സന്തോഷ് മലയാറ്റിൽ. ഒറ്റുകാരുടെ സുവിശേഷത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: ഒറ്റുകാരൻ പറഞ്ഞ കഥകളിൽ ദൈവം നീതിമാനായിരുന്നു, കാരണം വെള്ളിക്കാശിൻ്റെ കണക്ക് കൃത്യമായിരുന്നു. ഒറ്റുകാരൻ പറഞ്ഞ കഥകളിൽ ദൈവം നീതിമാനായിരുന്നു, കാരണം വെള്ളിക്കാശിൻ്റെ കണക്ക് കൃത്യമായിരുന്നു. ഒറ്റുകാരൻ പറഞ്ഞ സത്യങ്ങൾ ഒരിടത്തും സുവിശേഷങ്ങളായി എഴുതി ചേർക്കപ്പെട്ടിട്ടില്ല. കുന്തിരിക്കപ്പുക മണക്കുന്ന അൾത്താരകൾക്ക് മുകളിൽ വെളുത്ത പ്രാവുകളുടെ സമാധാന ചർച്ചകൾക്ക് ശേഷം അനുയായികളായതും സ്തുതിപാഠകരായതും ഒറ്റുകാർ തന്നെയാണ്. അനുഗമിക്കാതെ പിന്നെയും പുതിയ തിരിച്ചറിവിന് ശ്രമിക്കുന്നവരായിരുന്നു പാതയിലെ പുതിയ രക്തസാക്ഷികളെന്ന് എഴുതിയാണ് പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൻ്റെ ആ രചന അവസാനിക്കുന്നത്. തീർച്ചയായും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് യൂദാസിന് വേണ്ടി ഒരു പള്ളി ഉണ്ടായില്ല, എന്തുകൊണ്ട് യൂദാസ് വാഴ്ത്തപ്പെട്ടില്ല. കാരണം യൂദാസ് അത്തരത്തിൽ ഉറ്റിക്കൊടുത്തത് കൊണ്ടാണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നതും. സത്യത്തിൽ ഇതൊരു വലിയ ലോകത്തെ ഏറ്റവും വലിയ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. പക്ഷേ അതിലേക്കൊന്നും വളരെ സീരിയസ് ആയി ഇടപെടുന്നില്ല. കവിതയുടെ ലോകത്ത് വളരെ രസകരമായി പങ്കുവെച്ച് മുന്നേറാൻ ഇഷ്ടപ്പെടുന്നുള്ള ആളെന്നുള്ള രീതിയിൽ ഞാനതിനെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുബിൻ ദാസിലേക്ക്, ഷമ്മി കൊട്ടാരക്കരയിലേക്ക്, VKVയിലേക്ക് ഒക്കെ പോവുകയാണ്. ഷമ്മി കൊട്ടാരക്കരക്കാരൻ ഇവിടെ ഒരു രചന പങ്കുവെക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സലൂജ എസ് മൈ FMൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എപ്പോഴും ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട ഒരു ശ്രോതാവാണ്. പ്രിയപ്പെട്ട സലൂജയും വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ മൈ FMൻ്റെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ AP കണ്ണൂർ ചീക്കൊന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് മൈ FM 99.7 നമ്മളാം പൂക്കാലം. ദിസ് ഇസ് മൈ FM 99.7 നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അത് ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM മൈ FM 99.7 നമ്മളാം പൂക്കാലം. നമ്മളാം പൂക്കാലത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് RJ ഷായുടെ ശബ്ദമാണ്. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നിങ്ങൾ പങ്കുവച്ചിട്ടുള്ള രചനകളും നിങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൻ്റെ ശക്തിയിലാണ് മൈ FM മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്ക് തീർച്ചയായും ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൻ്റെ രചനകളാണ്. അദ്ദേഹത്തിൻ്റെ
ഒരു കവിതയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അദ്ദേഹത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട ഒരു കവിത നമുക്ക് കേൾക്കാം. പോക്കിലും സഖി നിന്നോർമ്മ എന്നോടു ചൊല്ലുന്നു നെഞ്ചിലെ നെടുവീർപ്പിനാൽ. നീ പോക്കിലും സഖി നിന്നോർമ്മ എന്നോടു ചൊല്ലുന്നു നെഞ്ചിലെ നെടുവീർപ്പിനാൽ. അത്രമേലാഴത്തിലക്ഷരക്കൂട്ടിനാൽ ഹൃദയം മുറിച്ചൊരു കവിത പോലെ. നീ പോകിലും സഖി നിന്നോർമ്മ എന്നോടു ചൊല്ലുന്നു നെഞ്ചിലെ നെടുവീർപ്പിനാൽ. മഴവില്ലു കൊണ്ടൊരു മാല തീർത്തു, മഴയിലൊരു മൊഴിയിൽ നാം നനഞ്ഞു നിന്നു. ഈറനായിളം കാറ്റ് ചുംബിച്ച പൂവിന്റെ ചുണ്ടിലെ നാണച്ചുവപ്പിറുത്തു. നീ പോകിലും സഖി നിന്നോർമ്മ എന്നോടു ചൊല്ലുന്നു നെഞ്ചിലെ നെടുവീർപ്പിനാൽ. ഹൃദയത്തിനാഴം പകുത്തെടുത്തു, മിഴിനീരിൽ മൗനം പിരിതെറുത്തു. ചങ്കിൽ പിടയുന്ന ഗദ്ഗത ചിന്തിനാൽ ഒരാത്മാവു മാത്രം നനഞ്ഞു നിന്നു. നീ പോകിലും സഖി, നീ പോകിലും സഖി നിന്നോർമ്മ എന്നോടു ചൊല്ലുന്നു നെഞ്ചിലെ നെടുവീർപ്പിനാൽ. കുല പോലെ ചോക്കുന്ന സായാഹ്ന സന്ധ്യയിൽ ഉരുകുന്നൊരർക്കന്ന് സാക്ഷിയായി. തീരത്തണയുന്ന തിരമാല ചൊല്ലുമോ തീരത്തിനോടൊരു യാത്രാമൊഴി. നീ പോകിലും സഖി, നീ പോകിലും സഖി നിന്നോർമ്മ എന്നോടു ചൊല്ലുന്നു നെഞ്ചിലെ നെടുവീർപ്പിനാൽ, നെഞ്ചിലെ നെടുവീർപ്പിനാൽ. സരിത പ്രവീണിൻ്റെ ശബ്ദത്തിൽ പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിലിൻ്റെ നീ പോകിലും എന്ന കവിതയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. നമ്മളിന്ന് അനുസ്മരിക്കുന്ന, ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ലൂയിസ് പീറ്ററുടെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഡോളി ലൂയിസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നിറഞ്ഞ സ്നേഹത്തോടു കൂടി ഡോളി ലൂയിസിനെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം സെയ്തലവി കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സലൂജ സ്നേഹം അറിയിക്കുന്നുണ്ട്. മുകേഷ് കേസിയും ഷമ്മി കൊട്ടാരക്കരക്കാരനും ഒക്കെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ YFMൻ്റെ ഈ ലൈവിൽ ചേർന്ന് നിൽക്കുന്നുണ്ട്. വേനൽ മഴ എന്ന സന്തോഷ് മലയാറ്റിലിൻ്റെ ഒരു രചനയാണ് പ്രിയപ്പെട്ട മുകേഷ് കേസി പങ്കുവയ്ക്കുന്നത്. നിറഞ്ഞ സ്നേഹത്തോടു കൂടി തന്നെ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷ് മലയാറ്റിൽ സ്നേഹം അറിയിക്കുന്നുണ്ട്. മഴയും കാറ്റും ഒരുപോലെ കാലം തെറ്റിയും അല്ലാതെയും കണ്ണീർ വാർക്കുന്നു, ചിലപ്പോൾ സന്തോഷമായും സങ്കടമായും എന്ന് പ്രിയപ്പെട്ട VKV ഇവിടെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തോടുമുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ് YFM. വേനൽ മഴയിൽ അവൾ ഇങ്ങനെയായിരുന്നില്ല, സായാഹ്നത്തിൽ സൂര്യനോട് കലഹിച്ച് മഴമേഘ കുട്ടികളോടൊപ്പം മണ്ണിലേക്ക് നനഞ്ഞിറങ്ങിയിരുന്നു. ഇരുട്ടിൻ്റെ നഗ്നത മിന്നലിലൂടെ തെളിയുമ്പോൾ ആർത്തിയോടെ ഭൂമിയുടെ അതര ചുവപ്പുകളിലും ചുംബനങ്ങളിലും ചുംബിച്ചിരുന്നു. പുലരും വരെ പാഞ്ഞും ചരിഞ്ഞും ചാറിയും ഇങ്ങനെ യുവത്വത്തിൻ്റെ തീരപ്പെയ്ത്തുകൾ ഓർത്തെടുത്ത് നമ്മൾ ഒന്നിച്ച് മഴ നനഞ്ഞിരുന്നു. വേനൽ മഴ അവളിങ്ങനെയായിരുന്നില്ല എന്ന് എഴുതിയാണ് സന്തോഷ് മലയാറ്റിൽ വളരെ ലളിതമായ സ്നേഹവരികളിലൂടെ ഓരോ ദിവസങ്ങളിലും ഓരോ നിമിഷങ്ങളിലും പ്രണയം പങ്കുവെക്കാറുള്ള പ്രിയപ്പെട്ട സുഹൃത്താണ്. ഏറെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ രചനകൾ പങ്കുവെക്കാനായതിലുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹവും
ഒക്കെ MyFM അറിയിക്കുകയാണ്. ദിസ് ഇസ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിൽ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട AP കരുണനോടുള്ള സ്നേഹം അറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഡോളി ലൂയിസ് കേട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹം അറിയിക്കുകയാണ് MyFM. തീർച്ചയായും സന്തോഷ് മലയാറ്റിൻ്റെ രചനകളും ഒപ്പം പ്രിയപ്പെട്ട ലൂയിസ് പീറ്ററുടെ ഓർമ്മകളും പങ്കുവയ്ക്കുന്ന ഒരു ലൈവിലാണ് നിങ്ങളുള്ളത്. ഏറെ സ്നേഹത്തോടു കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബീന നായർ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ബീന നായരെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി MyFM സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ലൂയിസ് പീറ്ററുടെ ഓർമ്മ ദിനത്തിൽ ചന്തു പങ്കുവെച്ച വരികൾ, എപ്പോഴും ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന അരുവികളുണ്ട്, ചിലപ്പോൾ അവയുടെ നിർത്താതെയുള്ള കരച്ചിലിനെ നമ്മൾ ചിരിയെന്ന് മുദ്രകുത്തും, യാചനകളിൽ മുഖം തിരിക്കും, ഒഴുക്ക് നിലയ്ക്കുമ്പോൾ ശൂന്യതയെന്ന മണൽത്തുരുത്തിലേക്ക് നോക്കി നോവിൻ്റെ കവിത എഴുതും, അരുവിയുടെ അതുകൊണ്ട് പൊട്ടിച്ചിരിക്കും, മനുഷ്യനോട് യാചിച്ചു മടുത്തവന് ദൈവത്തോട് എന്തു യാചിക്കാനെന്നെഴുതിയാണ് പ്രിയപ്പെട്ട ലൂയിസ് പീറ്ററെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള സന്തോഷ് മലയാറ്റിൻ്റെ രചന അവസാനിക്കുന്നത്. ബീന നായർ മനോഹരമെന്ന് അറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട രാജു നാരായണത്ര ഇവിടെയുണ്ട്. കലാഭവൻ മണിയുടെ ആദ്യ ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിട്ടുള്ള ഒട്ടനവധി സിനിമാ തിരക്കഥകളുമായി കാത്തിരിക്കുന്ന ഒരു സംവിധായകനാണ്. മലയാളത്തിന് അദ്ദേഹത്തെ പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. മികച്ചൊരു എഴുത്തുകാരനുമാണ് പ്രിയപ്പെട്ട രാജു നാരായണത്ര എന്ന സുഹൃത്ത്. അദ്ദേഹത്തെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി MyFMൻ്റെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരും MyFMന് നൽകുന്ന പിന്തുണകൾ തന്നെയാണ് MyFMന് ഏറ്റവും മികച്ച രീതിയിൽ ഇത്തരത്തിൽ ഉള്ള ലൈവുകളുമായി മുന്നേറാൻ സഹായിക്കുന്നത്. എന്തായാലും നിങ്ങളെല്ലാവരും തന്നെ ഇവിടെ രചനകൾ പങ്കുവെച്ചുകൊണ്ട് ലൂയിസ് പീറ്ററിൻ്റെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ പങ്കുവയ്ക്കുന്ന രചനകളും പ്രിയപ്പെട്ട സന്തോഷ് പലയാറ്റിൻ്റെ രചനകളുമായിട്ടാണ് നമ്മൾ മുന്നേറുന്നത്. തീർച്ചയായും ലൂയിസ് പീറ്ററുടെ ഒരു രചന, ലൂയിസ് പീറ്ററുടെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഡോളി ലൂയിസിൻ്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. പഴയൊരോർമ്മക്കുറിപ്പറിയാതെ നോക്കി ഞാനിടറിക്കരഞ്ഞൊരി പാതിരാവിൽ അകലെ ആകാശത്തിനരികിൽ തെളിഞ്ഞിരുന്നൊരു നിലാക്കീറുനിൻ ചിരി കണക്കെ മഴ പെയ്തു തോർന്നെങ്കിലും പെയ്തു തീരാത്ത ഹരിതങ്ങളേറ്റെടുത്ത വെളിച്ചം പ്രതിഫലിപ്പിച്ചിരുന്നെൻ ഇരുൾമുറിയിലേക്കരികിൽ നീ വന്നതാണോർത്തുപോയി ഞാൻ. തീർച്ചയായും ലൂയിസ് പീറ്ററുടെ ഭാര്യ ഡോളി ലൂയിസ് വളരെ ഭംഗിയായി തന്നെ ലൂയിസിൻ്റെ കവിതകൾ അവതരിപ്പിക്കാറുള്ള ആളാണ്. വേദികളിലൊക്കെ തന്നെ വളരെ സ്നേഹത്തോടെ പലപ്പോഴും ഒരുപാട് രചനകൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരാൾ കൂടിയാണ്. പല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും നിറഞ്ഞ സ്നേഹത്തോടെ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് കൂടെ നിന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹധർമ്മിണി ഡോളി മാമ എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന, അവരുടെ മക്കളെപ്പോലെ ഒരു മകനായി എന്നെയും അത്ര ഹൃദയത്തോടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. കാരണം പാപ്പനും അത്രത്തോളം സ്നേഹം പകർന്ന ഒരു മനുഷ്യനാണ്. എന്തായാലും MyFM 99.7 നമ്മളാം പൂക്കാലത്തെ സമ്മാനിച്ചിടത്തോളം ഇങ്ങനെ ഒരു ലൈവ് നിങ്ങൾക്കായി പങ്കുവയ്ക്കാനാവുന്നത്, നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനാവുന്നതൊക്കെ സ്നേഹമാണ്. തീർച്ചയായും ഇന്ന് ലൂയിസ് പീറ്റർ അനുസ്മരണമാണ്. അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു മാസ്മരിക ശബ്ദം, അദ്ദേഹം നമുക്ക് പങ്കുവെച്ച വരികളൊന്നും നമുക്ക് മറക്കാനാവില്ല. ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ കടന്നുപോയിട്ട് നമുക്ക് സന്തോഷ് മലയാറ്റിലൂടെ കടന്നുപോയി ഇന്നത്തെ ഈ ലൈവ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ അടുത്ത വാരം നമ്മൾ പങ്കുവയ്ക്കുന്നത് പ്രിയപ്പെട്ട ജിൻസി സന്തോഷിൻ്റെ രചനകളാണ്. ജിൻസി സന്തോഷ് ആനക്കര എന്ന വളരെ സജീവമായി സോഷ്യൽ മീഡിയയിൽ എഴുതാറുള്ള ജിൻസിയുടെ വരികളുമായിട്ടാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഞാൻ എഴുതാത്ത കവിയായി കേട്ടുകൊണ്ടിരിക്കുന്നു, കാർമേഘമാവൃതമാണ് മനസ്സ് എന്നാണ് പ്രിയപ്പെട്ട രാജു നാരായണത്ര പങ്കുവയ്ക്കുന്നത്. നമുക്ക് പ്രിയപ്പെട്ട ലൂയിസ് പീറ്ററുടെ വരികൾ കേൾക്കാം. ഒരു കടലാസു തോണി ദുഃഖസാഗരത്തിൽ ഉപേക്ഷിച്ച കയ്യുകൾ, ദുർനിമിത്തങ്ങൾ വന്നു നിന്നാടുന്ന ദുഷ്ടനാടക രംഗവേദികൾ, പിന്നെ എന്നെങ്കിലും നേരെ ചൊല്ലുവാൻ തന്നവൻ തന്നെ തെറ്റിച്ച വാക്കുകൾ, പിന്നെ എന്നെങ്കിലും നേരെ ചൊല്ലുവാൻ തന്നവൻ തന്നെ തെറ്റിച്ച വാക്കുകൾ, എപ്പോഴും കാടു തേടും ഒരു കാറ്റുപോൽ
നിത്യവും കൂടുതിരയുമൊരു പക്ഷി പോൽ നിസ്വരങ്ങൾ എന്നാർത്തു കേഴുന്നൊരീ വർഷകാല വന്ധ്യമേഘങ്ങൾ പോൽ തന്നിരുട്ടിനെ തന്നെ ഭയക്കുന്ന താന്തയാകും ഒരിറൻ സന്ധ്യ പോൽ തീവ്രമേതോ പ്രണയ നഷ്ടത്തിന്റെ നോവു പൂക്കും ഒരു നീലക്കടമ്പു പോൽ എന്നു ഞാൻ എന്നെ തിരയുന്ന കർമ്മദോഷത്തിന്റെ ഉമ്മറക്കോടിയിൽ സാദരം മറന്നു വയ്ക്കുന്നിതാഹേ സഖി നിനക്കെന്റെ യാത്രാമൊഴി വിഫലമെന്റെ ഈ യാത്രയുമെങ്കിലും വിടലാമോഹ പുഷ്പമൊന്നെങ്കിലും ദൂരേക്കു പായും ഈ പാതയിൽ ദൂരമെത്ര നാം തമ്മിലെന്നോർക്കുവാൻ നിന്നിലേക്കു മടങ്ങാൻ കൊതിക്കുമ്പോഴെന്നും എന്നെ വഴിതെളിച്ചിടുവാൻ ഇരുളിരമ്പുമെന്നോർമ്മയിൽ ജന്മമാം വിജനവീതിക്കു പാഥേയമെന്ന പോൽ ഞാൻ എടുക്കുന്നതിത്ര മാത്രം നിന്റെ മോഹമുദ്രയാം ശ്യാമവർണം ഞാൻ എടുക്കുന്നതിത്ര മാത്രം നിന്റെ മോഹമുദ്രയാം ശ്യാമവർണം ഏറെ ലുബ്ധമാം നിൻ ഭാഷണം ചികഞ്ഞേറിയാലാകെ നാലക്ഷരം സ്നദ്ധമെന്നക്ഷരച്ചെപ്പിന്റെ മുറിവുണക്കിയ നിൻ മന്ദഹാസവും അണയുമെന്നാരോ പറഞ്ഞു കെടാത്തതെന്നറിവു കെട്ട നാം കരുതുമീ താരകൾ പൊലിയുമത്രേ ഈ സൂര്യനും പതിവ് പോൽ പതിയെങ്കിലും ഈ നിലാക്കോടിയും നക്ഷത്രം ഒന്നു പൊലിഞ്ഞാലും അക്ഷതമാകാശഗംഗകൾ പക്ഷെ എൻ ഹൃദിനാകാശത്തിൽ ഒറ്റ നക്ഷത്രം നീ ചുറ്റിലുമെൻ പ്രണയ നീലിമ മാത്രം വീണ്ടും എന്തിനായി കാണുമോ പരസ്പരം വീണ്ടെടുക്കാൻ കഴിയാത്തവർ 100 ജന്മം കഴിഞ്ഞെങ്കിലേ നീ എനിക്കായി പിറക്കുകയെന്നാകി ആ 100 ജന്മവും നിന്നെ പ്രതിഷ്ഠിച്ച കോവിലാകുവാനേറെ ഇഷ്ടം താരസന്നിഭം ആകാശമത്രയും താഴെ വീണു തകർന്നുടയുന്നു രാവു പിന്നെയും ബാക്കിയാകുന്നു നിറനോവു പോൽ ചിരംജീവിയാകും എണ്ണ വറ്റിച്ചിണുങ്ങും ചരാതുപോൽ എന്റെ ജന്മം എരിഞ്ഞു നിൽക്കുന്നു ധന്യം അപ്പോഴും പൂത്തു നിൽക്കുന്നുവോ പുണ്യമേ നിൻ വനമുല്ലച്ചിരി. എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ വേങ്ങൂർ വില്ലേജിൽ ഇല്ലംപിള്ളി പത്രോസിൻ്റെയും ഏലിയാമ്മയുടെയും മകനായി ജനിച്ച ലൂയിസ് പീറ്റർ മലയാള സാഹിത്യത്തിലും മലയാളി മനസ്സുകളിലും ഒട്ടനവധി സൗഹൃദങ്ങളുടെയും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് മടങ്ങിപ്പോയത്. പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോളി ലൂയിസിന്, ഹന്ന എന്ന ഡോളി ലൂയിസിന് ഏറെ സ്നേഹത്തോടെ ഹൃദയത്തോടെ ചേർത്ത് വയ്ക്കുന്ന പ്രിയപ്പെട്ട സഹോദരിയാണ്. ഒപ്പം മക്കൾ ദിലീപിനെയും ദീപുവിനെയും മരുമക്കളെയും അനീറ്റയും മഞ്ജുവിനെയും ഒക്കെ ഓർക്കുന്നു. ആ കുഞ്ഞുങ്ങളെ, കൊച്ചുമക്കളെ, ലൂയിസ് പീറ്ററുടെ കൊച്ചുമക്കളുണ്ട്, മെൽനയും മാർഷലും അഭിനവുമൊക്കെ. അവരെയൊക്കെ ഓർത്തുകൊണ്ട് ആ മനുഷ്യൻ പകർന്നു വെച്ച, മലയാളത്തിന് പങ്കുവെച്ച ഏറെ സ്നേഹത്തോടെ ഞങ്ങൾക്കൊക്കെ നൽകിയ ഓർമ്മകളെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ചില വാക്കുകൾ കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഇന്ന് പങ്കുവയ്ക്കുന്ന പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൻ്റെ രചനയിലേക്ക്, അദ്ദേഹത്തിൻ്റെ രചനകളിലേക്ക് പോകാം. തീർച്ചയായും സന്തോഷ് മലയാറ്റിൻ്റെ രചനകൾ വരും ദിവസങ്ങളിലും വളരെ വിപുലമായി നമ്മൾ ചർച്ച ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സന്തോഷ് മലയാറ്റിൻ്റെ രചനകൾ പങ്കുവയ്ക്കുമ്പോൾ ഈ ലൂയിസ് പീറ്ററുടെ ചരമദിനത്തിനിടയിൽ ഒരു ദിവസമാണ് വരുന്നത് എന്നുള്ളത് ഓർമ്മിക്കാതെ പോയതുകൊണ്ട് തന്നെ ഒരുപാട് ലൂയിസ് പീറ്റർ രചനകൾ വരുന്നത് അദ്ദേഹത്തിൻ്റെ രചനകൾ ഉൾപ്പെടുത്താനാവാതെ പോകുന്നതിനോട് അദ്ദേഹത്തിന് ഒരിക്കലും വിഷമം തോന്നില്ല എന്നെനിക്ക് ഞാൻ കരുതുകയാണ്. കാരണം അദ്ദേഹം എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ആളാണ്. പത്മരാജനായാലും പ്രിയപ്പെട്ട ഓരോ മനുഷ്യരെയും അദ്ദേഹം കാലഘട്ടത്തിനനുസരിച്ച്, ചരിത്രത്തിനനുസരിച്ച് നെഞ്ചോട് തീർക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ്. എന്തായാലും ലൂയിസ് പീറ്ററെ കുറിച്ചിട്ടുള്ള 2 വാക്കുകൾ കൂടി പങ്കുവയ്ക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതോടൊപ്പം തീർച്ചയായും ലൂയിസ് പീറ്ററുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വാക്കുകളും നമ്മൾ ഇന്ന് ഈ ലൈവിൽ പങ്കുവയ്ക്കും. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഉരുക്കു വെളിച്ചത്തിൻ്റെ സ്വാഭാവികതയിൽ ജീവിച്ച കവിയായിരുന്നു ലൂയിസ് പീറ്റർ. ആർക്കും പിടികൊടുക്കാതെ, ഏതൊന്നിനും തടഞ്ഞു നിർത്താനാവാതെ, പലപ്പോഴും കലകി മറിഞ്ഞ് അപൂർവമായി തെളിഞ്ഞ് ലൂയിസ് തൻ്റെ ജീവിതം ജീവിച്ചു എന്നതിനപ്പുറം ജീവിതത്തെ അപ്പാടെ അസ്വസ്ഥമായ ഒരു കവി. ഏറ്റവും അസ്വസ്ഥമായ അവസ്ഥയിലും കവിതകൾക്ക് മരണമില്ലാത്തതിനാൽ ലൂയിസ് ചിരഞ്ജീവിയായി ഇന്നും. ലൂയിസ് പീറ്റർ അദ്ദേഹത്തിൻ്റെ കവിതകൾക്കപ്പുറം
വളരെ ഭംഗിയായി മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ പാടുമായിരുന്നു ലൂയിസേപ്പ്. പാപ്പൻ ഭംഗിയായി കിഷോർ കുമാറിൻ്റെ പാട്ടുകൾ പാടുമായിരുന്നു. പാപ്പൻ മുല്ലനേഴിയുടെ കവിതകൾ, ഈ പുഴയും സന്ധ്യകളും എന്ന പിന്നീട് രഞ്ജിത്തിൻ്റെ സിനിമയിൽ ഉൾപ്പെട്ട ആ കവിതയൊക്കെ എത്ര ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കാറുള്ളത്. എ പി കരുണൻ സ്നേഹം അറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ബീന നായർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ പ്രിയപ്പെട്ടവരെയും MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സംഭാഷണങ്ങളെന്ന ലൂയിസ് പീറ്ററുടെ കവിതയിൽ അദ്ദേഹം എങ്ങനെ എഴുതുന്നു: ചുരികകൾ മാത്രം വിൽക്കുന്ന വഴിവാണിപക്കാരുടെ തെരുവിൽ ഉലയിൽ നിന്നപ്പോൾ മാത്രം പുറത്തെടുത്ത ഹൃദയത്തോട് കത്തിമുനയ്ക്ക് പറയാനൊന്നുമില്ലായിരുന്നു, ചെയ്യുവാൻ മറ്റൊന്നുമില്ലായിരുന്നു. ഒരു ഗാഢാലിംഗനത്തിലൂടെ അതിനെ തൻ്റെ മാറോട് ചേർക്കുകയെന്നല്ലാതെ സംഭാഷണം എന്നാൽ എന്താണെന്ന് പാവം ഹൃദയം പഠിച്ചത് അങ്ങനെയാണെന്ന് എഴുതിയാണ്. റജി കൊട്ടാരക്കര സ്നേഹം അറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ, അദ്ദേഹം നിറഞ്ഞ സ്നേഹത്തോടു കൂടി ഇവിടെ ചേരുന്നുണ്ട്. സത്യത്തിൽ ലൂയിസ് പീറ്ററുടെ അനുസ്മരണത്തിൻ്റെ കൂടി ഒരു ഉൾപ്പെടുത്തൽ വന്നതുകൊണ്ട് സന്തോഷ് മലയാറ്റിലിൻ്റെ ഒട്ടനവധി രചനകൾ നമുക്ക് ഉൾപ്പെടുത്താനായില്ല. തീർച്ചയായും ചന്തുവിൻ്റെ രചനകളുമായി നമ്മൾ ഇനിയും ഒത്തുകൂടും. അടുത്ത വാരം നമ്മൾ പങ്കുവയ്ക്കുന്നത് പ്രിയപ്പെട്ട ജിൻസി സന്തോഷ് ആനക്കരയുടെ രചനകളായിരിക്കും. സന്തോഷ് മലയാറ്റിൽ കാഴ്ചകളുടെ ആവർത്തനം എന്ന തലക്കെട്ടോടുകൂടി ഒരു രചന പങ്കുവയ്ക്കുന്നുണ്ട്. അരുൺ GM ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്ത് അരുൺ GMനെ സ്വാഗതം ചെയ്യുന്നു. കാഴ്ചകളുടെ ആവർത്തനത്തിൽ പ്രിയപ്പെട്ട സന്തോഷ് ഇങ്ങനെ എഴുതുന്നു: അടർന്നു വീണിട്ടും അടയാളം ബാക്കിയാവാതെ പോയ മഴത്തുള്ളിയെ കടൽ കാണിച്ചത് പുഴയാണ്. അടർന്നു വീണിട്ടും കടൽ ബാക്കിയാവാതെ പോയ ഒരു മഴത്തുള്ളിയെ കടൽ കാണിച്ചത് പുഴയാണ്. യാത്ര പറയാതെ പോയ വെയിലിനോട് പരിഭവം പറഞ്ഞപ്പോഴാണ് സന്ധ്യയുടെ മുഖം ചുവന്നത്. കുടമുല്ലപ്പൂവിൽ ഉമ്മ വെച്ചൊരു പാതിരാക്കാറ്റിൻ്റെ ചുണ്ടിൽ പ്രണയം കൊളുത്തിയിട്ടൊരു നിശാശലഭം. ഓർമ്മകൾ ഒഴിച്ചുള്ളതെല്ലാം മായ്ച്ചു കളഞ്ഞ കാലത്തിൻ്റെ നെറ്റിയിൽ പിന്നെയും തെളിയുന്ന സിന്ദൂരം പോലെ പ്രതീക്ഷകളുടെ ചുവപ്പ്. ഓർമ്മകൾ ഒഴിച്ചിട്ടതെല്ലാം മായ്ച്ചു കളഞ്ഞ കാലത്തിൻ്റെ നെറ്റിയിൽ പിന്നെയും തെളിയുന്ന സിന്ദൂരം പോലെ പ്രതീക്ഷകളുടെ ചുവപ്പെന്നെഴുതിയാണ് സന്തോഷ് മലയാറ്റിലിൻ്റെ കാഴ്ചകളുടെ ആവർത്തനമെന്ന ആ രചന അവസാനിക്കുന്നത്. ഓരോ പ്രിയപ്പെട്ടവരെയും MyFM 99.7 നമ്മളാം പൂക്കാലം സ്വാഗതം ചെയ്യുകയാണ്. ലൈവിൽ ചില കവിതകൾ പങ്കുവച്ചിരുന്നു. ഈയൊരു സോഷ്യൽ മീഡിയയുടെ പ്രത്യേക രീതി വെച്ചിട്ട് പെട്ടെന്ന് കമൻറ്റുകൾ തള്ളിപ്പോകുന്നതുകൊണ്ട് ചില രചനകളൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട്. നിറഞ്ഞ സ്നേഹത്തോടു കൂടി അവരോട് എൻ്റെ ക്ഷമാപണം അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി മെയ് നിനക്കായി എന്ന് മേസിയാദയെക്കുറിച്ച്, ഒരിക്കൽ പോലും നേരിൽ കാണാത്ത ജിബ്രാൻ്റെ കാമുകി മെസിയാദയെക്കുറിച്ച് സന്തോഷ് മലയാറ്റിൽ എഴുതിയ വരികളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഇവിടെ മരങ്ങൾ ഇല പൊഴിക്കുകയാണ്. മെസിയാദ, ഇവിടെ മരങ്ങൾ ഇല പൊഴിക്കുകയാണ്. ആകാശത്ത് അസ്തമയസന്ധ്യയുടെ ചുമപ്പ് പരത്തിയ മേഘങ്ങളുടെ അപൂർവ സുന്ദരമായ ചിത്രങ്ങളിൽ ഞാൻ നിന്റെ കത്തിലെ അവസാന വരികൾ ചേർത്തു വയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ ഏതോ കറുത്ത മേഘം ആ സുന്ദര ദൃശ്യത്തെ മായ്ച്ചു കളഞ്ഞു. വായിച്ചു പകുതിയാക്കിയൊരു പുസ്തകത്താളിൽ കണ്ണടച്ചു കിടന്ന അക്ഷരങ്ങളോട് ഞാൻ നമ്മുടെ പ്രണയം പറഞ്ഞു. പ്രണയങ്ങൾക്കെല്ലാം നിന്റെ ചുണ്ടിലെ വരണ്ട പുഞ്ചിരിയും കൈത്തണ്ടയിലെ ചെമ്പിച്ച രോമങ്ങളെയും ഏറെ പരിചിതമായിരുന്നു. ചില ചില്ലക്ഷരങ്ങൾ ഒരിക്കൽ നമ്മൾ പിണങ്ങി പിരിഞ്ഞ വഴിയിലൂടെ അറ്റമില്ലാത്ത ശൂന്യതയിലേക്ക് നോക്കി കണ്ണീരിറ്റിച്ചു. ഞാൻ മെല്ലെ പുസ്തകം അടച്ചു വെച്ചു. ഒരിക്കൽ പോലും കാണാത്ത നമ്മൾ ഒപ്പുവെക്കാത്ത ഉടമ്പലിയിലെ വർഷങ്ങൾ പോലെ വീണ്ടും കാത്തിരിപ്പിന് പ്രണയമെന്നു തന്നെ അടിവരയിടുന്നു. ഒരിക്കൽ പോലും കാണാത്ത നമ്മൾ ഒപ്പുവെക്കാത്ത ഉടമ്പടിയിലെ വർഷങ്ങൾ പോലെ വീണ്ടും കാത്തിരിപ്പിന് പ്രണയമെന്നു തന്നെ അടിവരയിടുന്നു. മെസിയാദ,
പൂർത്തിയാകാത്ത ഈ കുറിപ്പിൽ ഞാനൊരു പ്രഭാത സൂര്യന് ചേർത്ത് വയ്ക്കുന്നു എന്നെഴുതിയാണ് പ്രിയപ്പെട്ട ചന്തുവിൻ്റെ സന്തോഷ് മലയാറ്റിലിൻ്റെ ഈ രചന അവസാനിക്കുന്നത്. നൗഷാദ് റാവുത്തർ സ്നേഹം അറിയിക്കുന്നുണ്ട്. ആർ ശ്യാംലാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അരുൺ ജി എം കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിലോടും പ്രിയപ്പെട്ട ഓരോ സുഹൃത്തുക്കളോടും ബീന നായരോടും രാജു നാരായണത്രയോടും ഒക്കെയുള്ള സ്നേഹം YFM 99.7 നമ്മളാം പൂക്കാലം അറിയിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒട്ടനവധി രചനകൾ ഒരുപാട് പ്രിയപ്പെട്ടവർ പങ്കുവച്ചിട്ടുണ്ട്. സൂഫിയുടെ യാത്രകൾ എന്ന അദ്ദേഹത്തിൻ്റെ രചനകൾ പ്രിയപ്പെട്ട സുധീർ സുലൈമാന്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം. രാത്രിയില് യാത്രക്കാരൊഴിഞ്ഞ പാതയില് നിഴലുകളോട് കലഹിച്ച് അരിച്ചിറങ്ങുന്ന നിലാവിനെ കൈക്കൊമ്പിളിൽ കോരിയെടുത്തിട്ടുണ്ടോ? കവിത സൂഫിയുടെ യാത്രകൾ. രചന സന്തോഷ് മലയാറ്റി, ചന്തു. രാത്രിയില് യാത്രക്കാരൊഴിഞ്ഞ പാതയില് നിഴലുകളോട് കലഹിച്ച് അരിച്ചിറങ്ങുന്ന നിലാവിനെ കൈക്കൊമ്പിളിൽ കോരിയെടുത്തിട്ടുണ്ടോ? അകലെ പള്ളിമിനാരങ്ങളിൽ കൂട്ടത്തോടെ ചേക്കേറിയ പ്രാവുകളുടെ ഇടയിലെ ചില ഒറ്റപ്പെട്ട കുറുകലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിസ്കാരപ്പായിലെ ദീർഘസുജൂതിൽ ഹൃദയത്തിൽ നിന്നും കണ്ണിലേക്ക് കുത്തിയൊലിക്കുന്ന പെരുമഴയുടെ ഇരമ്പത്തിനായി കാതോർത്തിട്ടുണ്ടോ? പനിനീർ പൂവിൻ്റെ ഇതളിൽ പറ്റിയ മഞ്ഞുകണം പോലെ ഭാഷയറിയാഞ്ഞിട്ടും ഒരു ഗസലിൻ്റെ ഈണം നെഞ്ചിൽ പറ്റിക്കിടപ്പുണ്ടോ? രാത്രിയിൽ മഴയൊഴിഞ്ഞ ആകാശം സ്വപ്നം കണ്ടു കിടക്കുന്ന നക്ഷത്രങ്ങളുടെ നോവിലേക്ക് പുലരും വരെ നോക്കിക്കിടന്നിട്ടുണ്ടോ? എങ്കിൽ ഒരു സൂഫിയുടെ ഹൃദയത്തോടൊപ്പം മൗനം കൊണ്ട് മുറിഞ്ഞ് വലത് കൈപ്പത്തിയിലെ ജപമാലയുടെ ധ്യാനത്തിൻ്റെ പൊരുളറിയാം. ഋതുക്കളുടെ വഴിതെറ്റാതെയുള്ള ദേശാടനത്തിൽ ആവർത്തനങ്ങളിലൂടെ സുബഹി ബാങ്കി തോർത്തിട്ടുണ്ടോ? പനിനീർ പൂവിൻ്റെ ഇതളിൽ പറ്റിയ മഞ്ഞുകണം പോലെ ഭാഷയറിയാഞ്ഞിട്ടും ഒരു ഗസലിൻ്റെ ഈണം നെഞ്ചിൽ പറ്റിക്കിടപ്പുണ്ടോ? രാത്രിയിൽ മഴയൊഴിഞ്ഞ ആകാശം സ്വപ്നം കണ്ടു കിടക്കുന്ന നക്ഷത്രങ്ങളുടെ നോവിലേക്ക് പുലരും വരെ നോക്കിക്കിടന്നിട്ടുണ്ടോ? എങ്കിൽ ഒരു സൂഫിയുടെ ഹൃദയത്തോടൊപ്പം മൗനം കൊണ്ട് മുറിഞ്ഞ് വലത് കൈപ്പത്തിയിലെ ജപമാലയുടെ ധ്യാനത്തിൻ്റെ പൊരുളറിയാം. ഋതുക്കളുടെ വഴിതെറ്റാതെയുള്ള ദേശാടനത്തിൽ ആവർത്തനങ്ങളിലൂടെ സുബഹി ബാങ്കിൻ്റെ ഈണം നിറയ്ക്കുന്ന പുലരിക്കാറ്റിൻ്റെ നെറ്റിയിലെ നിസ്കാരത്തഴമ്പിൽ തൊടാം. സൂഫിയുടെ യാത്രകൾ എന്ന പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൻ്റെ രചന സുധീർ സുലൈമാൻ്റെ ശബ്ദത്തിലാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഓരോ പ്രിയപ്പെട്ടവരെയും YFM 99.7 നമ്മളാം പൂക്കാലം ഈ ഒരു ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പ്രിയപ്പെട്ട ചന്തുവിൻ്റെ സന്തോഷ് മലയാറ്റിൻ്റെ രചനകളും ഒപ്പം ലൂയിസ് പീറ്ററുടെ അനുസ്മരണവുമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ലൂയിസ് പീറ്ററുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ ലൈവിൽ എന്നോടൊപ്പം ചേരുന്ന ഓരോ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹം അറിയിക്കുകയാണ്. കാഴ്ചകളുടെ ആവർത്തനം എന്ന രചന നമ്മൾ പങ്കുവച്ചിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഏറെ സ്നേഹത്തോടു കൂടി ലൂയിസ് പീറ്റർ ഓർമ്മദിനത്തിൽ പങ്കുവച്ച രചനകളൊക്കെ നമ്മൾ ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. എല്ലാ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടു കൂടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള അദ്ദേഹത്തോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ചന്തു, YFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ലൈവുകളുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും വളരെ മുമ്പ് നമ്മൾ അദ്ദേഹത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. പിരിയരുതെന്നെ ഒരു നിമിഷം പോലും എന്ന തലക്കെട്ടോടു കൂടി അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച രചനയുണ്ട്. നെരൂദെ വായിച്ചു നിവർത്തിയപ്പോൾ കണ്ണിൽ തെളിഞ്ഞ ആകാശം പകർത്തി എഴുതുന്ന തിരക്കിലായിരുന്നു ഋതുക്കൾ. മഴയുടെ നൃത്തവടിവുകൾ മിഴികളിൽ നിന്ന് മായാതെ നിന്നപ്പോൾ
മാരകമായ നോട്ടത്തിൽ ഇടമുറിയാതെ മഴത്തുള്ളികളെ ശീതീകരിച്ചെടുത്ത് ശിശിരമെന്ന് പേരിട്ടു. ഇലപ്പച്ചകളെ ഉച്ചാടനം ചെയ്ത കാറ്റിനെ ചുംബിച്ച് ഗ്രീഷ്മത്തിൻ്റെ നെറ്റിയിൽ സിന്ദൂരമിട്ടു. പുഴയിലെ ആഴത്തിൽ ജീവിതവൃത്തം വരയ്ക്കുന്ന മത്സ്യത്തിൻ്റെ ചെകിളപ്പൂവിലെ ചുവപ്പെടുത്ത് വസന്തമെന്ന് നീട്ടിയെഴുതി. പുഴയിലെ ആഴത്തിൽ ജീവിതവൃത്തം വരയ്ക്കുന്ന മത്സ്യത്തിൻ്റെ ചെകിളപ്പൂവിൻ്റെ ചുവപ്പെടുത്ത് വസന്തമെന്ന് നീട്ടിയെഴുതി. ഇനിയും പറക്കാൻ പഠിക്കാത്ത പക്ഷിയുടെ കാലുകളിൽ ജീവിതമെന്ന കുരുക്ക് വീഴുമ്പോൾ ഈ നിമിഷം ഏറ്റവും വിശുദ്ധമായ ഭാഷയിൽ നീ എന്നോട് പ്രണയം പറയണം. നീണ്ട വിരലുകളിൽ കോർത്ത ആലിംഗനത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് അടർന്നു മാറാതെ ഞാനിപ്പോഴും ബന്ധനത്തിലാണ്. പ്രിയ നെരൂദ, ഈ വർഷത്തിലും അപൂർവമായി ഇളം വെയിലിൽ നൃത്തം വയ്ക്കുന്ന ശലഭങ്ങൾ, അവയുടെ ചിറകുകളിലെ ചിത്രമെഴുത്തുകളിലെ ഭാഷയാണ് നിന്റെ വരികൾക്കെന്ന് എഴുതിയാണ്. എത്ര മനോഹരമായിട്ടാണ് പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൽ ലോക സാഹിത്യത്തെ, നെരൂദയെ, പ്രണയത്തെ ഒക്കെ സമീപിക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ദിസ് ഇസ് മൈ FM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ലൈവിൽ പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൽ കർക്കടക ബലിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ പങ്കുവെച്ച ഒരു പോസ്റ്റ് നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മക്കണ്ണീർ നനവായി പിന്നെയും പെയ്തുകൊണ്ടിരിക്കുന്നു. മായ്ച്ചെഴുതാൻ നിറമില്ലാത്ത ശൂന്യതയിൽ മന്ത്രങ്ങളുടെ ധന്യത, നാമം, നക്ഷത്രം, ദർഭമുനയിൽ പിതൃസാന്നിധ്യം, മാതൃസാന്നിധ്യം, ഈറനുടുത്ത ഓർമ്മകളും ഞാനും തർപ്പണത്തിന് മണ്ണിൽ മുട്ടുകുത്തി കാത്തു നിൽക്കുന്നു. മന്ത്രോച്ചാരണങ്ങൾക്ക് ശേഷം പവിത്രമഴിച്ച് നരച്ച് പ്രാർത്ഥനകളോടെ കൈകൾ ചേർത്തടിച്ച് ഞാൻ കാക്കയെ തിരഞ്ഞു. കർക്കടക മഴയുടെ കണ്ണീര് വീണ നനഞ്ഞ വാഴയിലയിൽ സമർപ്പിച്ച ബെരിച്ചോറുകൾ എടുക്കാതെ കാക്ക കണ്ണിലെ കണ്ണീരും ചങ്കിലെ ഒടുങ്ങാത്ത നോവും നുണഞ്ഞ് അകലേക്ക് മറന്നകന്നു എന്ന്. കർക്കടക മഴയുടെ കണ്ണീര് വീണ നനഞ്ഞ വാഴയിൽ സമർപ്പിച്ച ബലിച്ചോറെടുക്കാതെ കാക്ക കണ്ണിലെ കണ്ണീരും ചങ്കിലെ ഒടുങ്ങാത്ത നോവും നുണഞ്ഞ് അകലേക്ക് പറന്നകന്നു എന്ന് എഴുതിയാണ് സന്തോഷ് മലയാറ്റിലിൻ്റെ ആ രചന നമുക്ക് വേണ്ടി സ്നേഹത്തോടെ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും കർക്കടക ബലിയുടെ ഓർമ്മകൾ ഓരോ പ്രിയപ്പെട്ടവരും പങ്കുവയ്ക്കുന്ന രചനകളൊക്കെ പങ്കുവയ്ക്കുന്ന മൈ FM-ൻ്റെ ഈ ഒരു ലൈവിൽ നമ്മളോടൊപ്പം ഒത്തുകൂടിയ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹം അറിയിക്കുകയാണ്. അമ്പ ഒരു പെൺകുറിപ്പ് എന്ന അദ്ദേഹത്തിൻ്റെ രചന കുറച്ചു മുമ്പ് ഞാനിവിടെ പങ്കുവച്ചിരുന്നു. ഏറെ സ്നേഹത്തോടു കൂടി മഴയുടെ വേരുകളെന്ന പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിലിൻ്റെ രചനയിലേക്ക്, മിഴിയിൽ നിന്ന് ഊർന്നു പോകാതിരിക്കാൻ ഞാൻ നിന്റെ ഹൃദയം സൂക്ഷിച്ച കവിതകളിൽ നിറയെ അക്ഷരത്തെറ്റുകൾ. അല്ലമീൻ ഇവിടെ എത്തി സ്നേഹം അറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അല്ലമീനെ സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷ് മലയാറ്റിലിൻ്റെ മഴയുടെ വേരുകൾ എന്ന രചനയാണ് പങ്കുവയ്ക്കുന്നത്. മിഴിയിൽ നിന്ന് ഊർന്നു പോകാതിരിക്കാൻ ഞാൻ നിന്റെ ഹൃദയം സൂക്ഷിച്ച കവിതകളിൽ നിറയെ അക്ഷരത്തെറ്റുകൾ. പ്രണയം കൊണ്ട് ചുവക്കുമ്പോൾ മാത്രം നിന്റെ ശ്വാസത്തിൽ പൊള്ളിപ്പിടഞ്ഞ് നഗ്നമാകുന്ന നീലജരമ്പുകൾ മുറിഞ്ഞു പൊട്ടുന്നു. ഇന്നലെയാണ് ഒരു ഉദയം മാത്രം ബാക്കി വെച്ച പകൽ. ഇടം കണ്ണിൽ എഴുതിയ രഹസ്യങ്ങൾ കുടഞ്ഞു കളഞ്ഞ രാത്രിയുടെ പൊരുളറിയാതെ ഇടനെഞ്ചിലെ കാത്തിരിപ്പിന് തീയിട്ടെന്നതെന്ന് എഴുതിയാണ്. എത്ര ശക്തമായിട്ടാണ് പ്രണയത്തെ, ജീവിതത്തെ പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൽ അടയാളപ്പെടുത്തുന്നത്. അദ്ദേഹത്തോടുള്ള നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ് മൈ FM 99.7 നമ്മളാം പൂക്കാലം. പ്രിയപ്പെട്ട ലൂയിസ് പീറ്റർ ഓർമ്മദിനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറച്ച് വരികൾ നമുക്കായി പങ്കുവയ്ക്കുന്നുണ്ട്. അതിലെങ്ങനെ എഴുതുന്നു: എപ്പോഴും ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന അരുവികളുണ്ട്. ചിലപ്പോൾ അവയുടെ നിർത്താതെയുള്ള കരച്ചിലിന് നമ്മൾ ചിരിയെന്ന് മുദ്രകുത്തും. യാചനകളിൽ മുഖം തിരിക്കും. ഒഴുക്ക് നിലയ്ക്കുമ്പോൾ ശൂന്യതയിൽ നിന്ന് മരണത്തുരുത്തിലേക്ക് നോക്കി നോവിൻ്റെ കവിതകൾ എഴുതും.
അരുവിയുടെ ആത്മാവ് അത് കണ്ട് പൊട്ടിച്ചിരിക്കും. മനുഷ്യനോട് യാചിക്കുന്നത് മടുത്തവന് ദൈവത്തിനോട് എന്ത് യാചിക്കാൻ. തീർച്ചയായും ചന്തു പങ്കുവച്ച രചന FM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു ലൈവിൽ ഞാൻ അല്പം മുമ്പ് വളരെ സ്നേഹത്തോടു കൂടി തന്നെ പങ്കുവച്ചിരുന്ന വരികളാണ്. അദ്ദേഹം ഇവിടെ എത്തിയതിലുള്ള നിറഞ്ഞ സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇങ്ങനെ ഒരു ലൈവിൽ ഒത്തുകൂടാനായതിലുള്ള സ്നേഹം അറിയിക്കുന്നു. നമ്മൾ ജിൻസി സന്തോഷ് ആനക്കരയുടെ വരികളുമായിട്ടായിരിക്കും അടുത്ത വാരം ഇവിടെ ഒത്തുകൂടുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. FM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു ലൈവിൽ പ്രിയപ്പെട്ട ലൂയിസ് പീറ്ററുടെ ഓർമ്മകളുമായി കൂടിയിട്ടുള്ള ജയരാജേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പ്രിയപ്പെട്ട ജയരാജ് മാഷിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ജയരാജ് മാഷെ പ്രത്യേകമായി സ്വാഗതം ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം ഏറ്റവും അവസാനമായി പ്രിയപ്പെട്ട ലൂയിസ് പീറ്റർ പങ്കെടുത്ത കവിതയുടെ കാർണിവൽ, പട്ടാമ്പിയിലെ കവിതാ കാർണിവൽ ഒരു ഞാൻ പങ്കുവെച്ചപ്പോൾ ആ ചിത്രത്തിൽ ജയരാജൻ മാഷയുടെ പുസ്തകം മാനുഷ്യം എന്ന പുസ്തകം ആ ഒരു ചിത്രത്തിലുണ്ട്. അദ്ദേഹം കിടക്കുന്നതിൻ്റെ അരികിൽ മാനുഷ്യം എന്ന പുസ്തകമുണ്ടായിരുന്നു. ഞാനിന്ന് അത് അദ്ദേഹത്തോട് പങ്കുവച്ചിരുന്നു. മാനുഷ്യം എന്ന രചന ഒരുപാട് ശാസ്ത്രവേദികളിൽ, ഒരുപാട് സൗഹൃദങ്ങളിൽ, ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. തീർച്ചയായും ഏറെ സ്നേഹത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സലൂജിയെ സ്വാഗതം ചെയ്യുന്നു. ജീവിതം പറഞ്ഞു തന്നത് എന്ന തലക്കെട്ടോടു കൂടി പ്രിയപ്പെട്ട വാപ്പാല ജയരാജ് ഇവിടെ ഒരു രചന പങ്കുവയ്ക്കുന്നുണ്ട്. ലൂയിസ് പീറ്ററുമായി ബന്ധപ്പെട്ട്, ലൂയിസ് പീറ്ററുടെ സ്നേഹവുമായി ബന്ധപ്പെട്ട് എനിക്ക് പങ്കുവയ്ക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലമീനോടുള്ള സ്നേഹം അറിയിക്കുകയാണ്. അല്ലമീൻ വീണ്ടും എത്തി സ്നേഹം അറിയിക്കുന്നുണ്ട്. ലൂയിസ് പീറ്ററുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചർച്ചകൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ അവസാന കാലത്ത് പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യ നോക്കിയിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. എന്തായാലും എനിക്ക് വളരെ വ്യക്തിപരമായ എനിക്ക് പങ്കുവച്ചിട്ടുള്ളൊരു മെസ്സേജ് ഞാൻ നിങ്ങൾക്കായിട്ട് ലൂയിസ് പീറ്ററുടെ ഭാര്യ ഡോളി ലൂയിസിൻ്റെ വാക്കുകളിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, തീർച്ചയായും ഈ ലൈവ് കേൾക്കുന്ന ചില അപൂർവം ആളുകളെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയണം എന്നുള്ള ഒരു സ്നേഹാവസ്ഥയിൽ നിന്നിട്ടാണ് അവരെനിക്ക് വളരെ പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കാം. തീർച്ചയായും ഡോളി ലൂയിസിൻ്റെ ഭാര്യയുടെ വാക്കുകളിലേക്ക്. എനിക്ക് ലൈവിൽ വരാൻ പറ്റിയില്ലെങ്കിൽ ഞാനേ ഒരു കവിത 2 വരി അത് സാരമില്ലടാ. പിന്നെ നിങ്ങളൊക്കെ ഓർക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. 5 വർഷമായിട്ടും എല്ലാവരും ഓർത്തിരിക്കുന്നു. ഞാനും എനിക്കും നിനക്കറിയാലോ ലൂയിസ് പീറ്ററിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നെന്നും ഞാൻ ലൂയിസ് പീറ്ററും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ടായിരുന്നെന്നും വളരെ കുറച്ച് മനുഷ്യർക്കേ അറിയുള്ളൂ. മറ്റുള്ളവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്താറുണ്ട്, ഞാൻ നോക്കിയിട്ടില്ല എന്നൊക്കെ. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സങ്കടമോ ഒന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ഭംഗിയായി തന്നെ ലൂയിസ് പീറ്ററിനെ കരുതിയിരുന്നു. എപ്പോൾ പൈസ വേണമെന്ന് പറഞ്ഞാലോ ഒക്കെ. അവസാന കാലഘട്ടത്തിലാണെങ്കിലും വയ്യാതെയായപ്പോഴും ലൂയിസ് എന്നോട് പെരുമാറിയിട്ടുള്ളത് പോലെ ഒരിക്കലും ഞാൻ പെരുമാറിയിട്ടില്ല. ലൂയിസ് അന്നും ഇന്നും എനിക്കെന്റെ ജീവനാ. പിന്നെ എനിക്കിനി എന്നും ലൂയിസ് പീറ്ററിന്റെ ഭാര്യ എന്ന് അറിയപ്പെടാൻ മാത്രമേ ഞാൻ താല്പര്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ടാണ് എന്റെ കയ്യിൽ പൈസ മുടക്കിയാടാ ഇതൊക്കെ ചെയ്യുന്നത്. ആരും എനിക്ക് 1 രൂപ പോലും തന്നിട്ടില്ല. പാടിയിട്ടേക്കാൻ, നിനക്ക് പറ്റുമെങ്കിൽ നീ അതൊരു വ്യക്തിപരമായ സംഭാഷണത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത്. തീർച്ചയായും ലൂയിസിനെ ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ട ഡോളി മാമ ചൊല്ലിയ വരികൾ ഒരിക്കൽ കൂടി ഞാൻ കേൾപ്പിക്കാം. കാരണം ലൂയിസിൻ്റെ ഓർമ്മദിനത്തിൽ ലൂയിസ് പാപ്പൻ ഏറ്റവും ആഗ്രഹിക്കുന്നത്, കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് അത് തന്നെയാവും. അത് നമുക്ക് കേൾക്കാം. പഴയൊരോർമ്മക്കുറിപ്പറിയാതെ നോക്കി ഞാനിടറിക്കരഞ്ഞൊരി പാതിരാവിൽ അകലെയാകാശത്തിനരികിൽ തെളിഞ്ഞിരുന്നൊരു നിലാക്കീറുനിൻ ചിരി കണക്കെ. മഴ പെയ്തു തോർന്നെങ്കിലും പെയ്തു തീരാത്ത ഹരിതങ്ങളേറ്റെടുത്ത വെളിച്ചം പ്രതിഫലിപ്പിച്ചിരുന്നെൻ ഇരുൾമുറിയിലേക്കരികിൽ നീ വന്നതാണോർത്തുപോയി ഞാൻ. അത്രയും ഹൃദയത്തോട് ഹൃദയപൂർവം 2 മക്കളുടെ അമ്മയാണ് പ്രിയപ്പെട്ട ഡോളി ലൂയിസ്. വരികൾ പങ്കുവച്ചതിനുള്ള സ്നേഹം അറിയിക്കുന്നു. ഒപ്പം ഇന്ന് സന്തോഷ് മലയാറ്റലിൻ്റെ രചനകൾ പങ്കുവയ്ക്കാൻ അതിലുള്ള നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട അല്ലമീൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ശരത് ചാർജർജി
നമസ്കാരം അറിയിക്കുന്നുണ്ട്. കസാക്ക് ബാക്കിയായത് എന്ന ഒരു രചന പ്രിയപ്പെട്ട ജിതിനാർ പണിക്കർ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം പങ്കുവച്ച ആ തിരക്ക് ഈ ഒരു വരി ഞാൻ പങ്കുവയ്ക്കണം. കാരണം എല്ലാ കാലത്തും പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൽ എല്ലാ മനുഷ്യരെയും, എല്ലാ എഴുത്തുകാരെയും, എല്ലാ വിഷയങ്ങളെയും, എല്ലാ ജീവിത പ്രതിസന്ധികളെയും, എല്ലാ പ്രതികരണങ്ങളെയും ടച്ച് ചെയ്ത് അവയൊക്കെ സ്പർശിച്ച് കടന്നു പോയിട്ടുള്ള, അവയ്ക്കൊക്കെ ഒപ്പം നിന്ന് എഴുതിപ്പോയിട്ടുള്ള എഴുത്തുകാരനാണ് പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൽ എന്ന ചന്തുവിൻ്റെ അച്ഛൻ്റെ മരണവും ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. തീർച്ചയായും അച്ഛൻ്റെ മരണത്തിലെത്തുന്നതിന് മുമ്പ് കസാക്ക് ബാക്കിയാക്കിയത് എന്ന തലക്കെട്ടോടുകൂടി പ്രിയപ്പെട്ട ജിതിൻ പങ്കുവെച്ച വരികൾ ഇങ്ങനെ പറയുന്നു: പാലക്കാടൻ ചുരം കടന്ന ഒരു വരണ്ട കാറ്റ് കരിമ്പനയിൽ കണ്ണടച്ചു കിടന്ന മഴത്തുള്ളികളോട് ദിസ് ഇസ് മൈ FM 99.7 നമ്മളാം പൂക്കാലം. ഡോളി ലൂയിസ് ഇവിടെ എത്തി സ്നേഹം അറിയിക്കുന്നുണ്ട്. ഡോളി ലൂയിസിനോടുള്ള സ്നേഹം പങ്കുവയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ മൈ FM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ലൈവിലെത്തുന്ന ഓരോ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. മൈ FM 99.7 ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് പ്രിയപ്പെട്ട ലോയിസ് പീറ്ററുടെ ഓർമ്മകളാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൻ്റെ രചനകളും പങ്കുവയ്ക്കുന്ന വേദിയിലാണ് നിങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരും ഉള്ളത്. തീർച്ചയായും ലൂയിസ് പീറ്ററുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ അദ്ദേഹം പങ്കുവച്ച നിറഞ്ഞ സ്നേഹം നിങ്ങളോടൊപ്പം അനുഭവിക്കുമ്പോൾ ജിതിനാർ പണിക്കരുടെ ആ രചന നമുക്ക് പങ്കുവയ്ക്കാതിരിക്കാനാവില്ല. ജിതിനാർ പണിക്കർ കസാക്കിൻ്റെ ഇതിഹാസമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൽ പങ്കുവച്ച ഒരു രചന നമുക്ക് വേണ്ടി പങ്കുവച്ചിരുന്നു. പാലക്കാടൻ ചുരം കടന്ന ഒരു വരണ്ട കാറ്റ് കരിമ്പനയിൽ കണ്ണടച്ചു കിടക്കുന്ന കണ്ണീർത്തുള്ളികളോട്, മഴത്തുള്ളികളോട് പിന്നെയും പരിഭവം ചൊല്ലി. സ്വപ്നദംശനമേറ്റ രവിയുടെ ദേഹത്തെ ചേർത്തു പിടിച്ച ഒരു മഴമേഘം പതിയെ നനഞ്ഞ് ചേർന്നൊലിക്കാൻ തുടങ്ങി. ആബിദ എന്ന യാഗാശ്വത്തിന് പലായനങ്ങളിൽ കൂടൊരുക്കിയ ദേശവഴക്കിൻ്റെ ചുടുകാറ്റായി ആയുഷ്കാലത്തിൻ്റെ ചടുലതകൾ ബാക്കിയാവുന്നു. കാറ്റിൻ്റെ വിതുമ്പലിന് മഴയുടെ താളമായിരുന്നു. നനഞ്ഞ മണ്ണിൻ്റെ നെഞ്ചിൽ രവിയുടെ ചലനമറ്റ ശരീരം ഒരു വേനൽ തുടച്ചു കളയും വരെ മണ്ണിൻ്റെ മോഹങ്ങളിൽ പ്രതീക്ഷകൾ ബാക്കി വെച്ചൊരു ചാറ്റൽ മഴ പോലെ കസാക്ക് നനഞ്ഞുകൊണ്ടേയിരിക്കുന്നു. താഴ്വാരങ്ങളിൽ ചുറ്റിക്കറങ്ങിയ കാറ്റിൻ്റെ ഗദ്ഗതങ്ങൾ വീണ്ടും കരിമ്പനയുടെ കനവുകൾ ഇതിഹാസങ്ങൾ കുറിച്ചിടാൻ തുടങ്ങി എന്നെഴുതിയാണ് പ്രിയപ്പെട്ട ചന്തുവിൻ്റെ OV വിജയനോടുള്ള കസാക്കിൻ്റെ ഇതിഹാസത്തോടുള്ള ആ ഒരു അനുസ്മരണം അവസാനിക്കുന്നത്. നിറഞ്ഞ സ്നേഹത്തോടു കൂടി സന്തോഷ് മലയാറ്റിനോടുള്ള ആ സ്നേഹം, ആ ഒരു സന്തോഷം അറിയിക്കുകയാണ്. ഡോളി ലൂയിസ് ചൊല്ലിയ വരികൾ വീണ്ടും കേൾക്കുവാൻ ആഗ്രഹമെന്ന് അറിയിക്കുന്നുണ്ട്. തീർച്ചയായും മൈ FM 99.7 നമ്മളാം പൂക്കാലം ആ ഒരു ലൈവ് പങ്കുവയ്ക്കും. ഇതിൽ കൂടുതൽ ഭംഗിയായി ഡോളി ലൂയിസ് ചൊല്ലിയ വരികളുണ്ട്. ഒരുപാട് രചനകൾ ലൂയിസ് പീറ്ററുടേതായി പ്രിയപ്പെട്ട ഡോളി ലൂയിസ് ചൊല്ലിയത് നമുക്ക് ലഭ്യമാണ്. അച്ഛൻ്റെ മരണം എന്ന തലക്കെട്ടോടുകൂടി സന്തോഷ് മലയാറ്റിൽ പങ്കുവെച്ച വരികൾ ഇങ്ങനെ പറയുന്നു: എൻ്റെ വസന്ത പുഷ്പങ്ങൾ എരുത്തുകളഞ്ഞ് അമ്മയുടെ മിഴിനീരിന് മറുവാക്ക് ചൊല്ലുവാനുമായില്ല. എൻ്റെ പാതകളെല്ലാം കടലിലേക്ക് ഒഴുകിത്തീർന്നു, അവിചാരിതമായി അനാഥമായി തീർന്നതുപോലെ. ഒരു വിലാപത്തിൻ്റെ സമുദ്രങ്ങളിൽ വിനോദയാത്രയ്ക്ക് പോവുകയാണ് ഞാനെന്ന ലൂയിസ് പീറ്ററുടെ രചനയാണ് അദ്ദേഹം പങ്കുവച്ചത്. പ്രിയപ്പെട്ട സജു മജസ്റ്റിക് ഇവിടെ എത്തിയിട്ടുണ്ട്. മികച്ചൊരു ഗായകനാണ്. അതോടൊപ്പം തന്നെ കൊട്ടാരക്കരയിലെ സാംസ്കാരിക സമിതികളുടെയുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന അദ്ദേഹം ഇവിടെ നിറഞ്ഞ പിന്തുണയുമായി മൈ FMൻ്റെ ലൈവിൽ എത്തിയതിനോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. സജു മജസ്റ്റിക്കിനെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മൈ FM 99.7 നമ്മളാം പൂക്കാലം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ചാറ്റർജി ആഗ്രഹിച്ചതുപോലെ ഒരിക്കൽ കൂടി ഡോളി ലൂയിസിൻ്റെ വരികൾ കേൾക്കാനുള്ള ആഗ്രഹം നമ്മൾ പൂർത്തീകരിക്കുകയാണ്. തീർച്ചയായും ആ വരികളിലേക്ക് പോവാം. അതോടൊപ്പം തന്നെ അടുത്ത വാരം നമ്മൾ പങ്കുവയ്ക്കുന്നത് പ്രിയപ്പെട്ട ജിൻസി സന്തോഷ് ആനക്കരയുടെ രചനകളായിരിക്കുമെന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. തീർച്ചയായും ശരത് ചാറ്റർജിക്ക് വേണ്ടി ഡോളി ലൂയിസ് ചൊല്ലിയ ആ വരികൾ ഒരിക്കൽ കൂടി കേൾപ്പിക്കുന്നു.
പഴയൊരോർമ്മക്കുറിപ്പറിയാതെ നോക്കി ഞാൻ ഇടറിക്കരഞ്ഞൊരി പാതിരാവിൽ അകലെ ആകാശത്തിനരികിൽ തെളിഞ്ഞിരുന്നൊരു നിലാക്കീറുനിൻ ചിരി കണക്കെ. മഴ പെയ്തു തോർന്നെങ്കിലും പെയ്തു തീരാത്ത ഹരിതങ്ങളേറ്റെടുത്ത വെളിച്ചം പ്രതിഫലിപ്പിച്ചിരുന്നെൻ ഇരുൾ മുറിയിലേക്കരികിൽ നീ വന്നതാണോർത്തുപോയി ഞാൻ. ഒരുപാട് സ്നേഹം, സന്തോഷം. അച്ഛൻ്റെ മരണം എൻ്റെ വസന്ത പുഷ്പങ്ങൾ എരുത്തു കളഞ്ഞു എന്ന തലക്കെട്ടോടുകൂടി പ്രിയപ്പെട്ട സന്തോഷ് മലയാറ്റിൽ ഇവിടെ പങ്കുവയ്ക്കുന്നത് സാക്ഷികൾ എന്ന രചന വാപ്പാല ജയരാജ് പങ്കുവയ്ക്കുന്നുണ്ട്. തീർച്ചയായും വരും ദിവസങ്ങളിൽ വളരെ ശക്തമായി തന്നെ നിങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരും പങ്കുവയ്ക്കുന്ന രചനകളും നിങ്ങളുടെ സ്നേഹവും ഒക്കെ ഉൾക്കൊണ്ട് തന്നെ MyFM 99.7 ഈ ലൈവ് മുന്നോട്ട് പോകും. ഈ ഒരു വായനാമുറി, ഈ ഒരു റീഡിംഗ് ടൈം എല്ലാ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ലൈവാണെന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും ഒരുപാട് രചനകൾ നമുക്ക് ഉൾപ്പെടുത്താനായിട്ടില്ല. അതോടൊപ്പം തന്നെ MyFMൻ്റെ ഈ ഒരു ലൈവിൽ സ്നേഹനിർഭരതയോടെ ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ജിൻസിയുടെ ഒരു രചനയായിരിക്കും നമ്മൾ, ഒരു രചനയല്ല ഒരുപാട് രചനകളുമായി ജിൻസിയുമായി ബന്ധപ്പെട്ട് ജിൻസിയുടെ എഴുത്തിൻ്റെ ലോകത്ത് അമ്മയുന്മകൾ എന്ന തലക്കെട്ടോടുകൂടി ജിൻസി ഇന്ന് പങ്കുവെച്ച ഒരു ജിൻസി സന്തോഷ് ആനക്കര എന്ന എഴുത്തുകാരിയുടെ ഒരു രചന പങ്കുവയ്ക്കാമെന്ന് ഞാൻ കരുതുന്നു. റിജിലേഷ് രാജ് കണ്ണൂർ ഇവിടെ എത്തി സ്നേഹം അറിയിക്കുന്നുണ്ട്. അമ്മയെക്കുറിച്ച് എത്ര എഴുതിയാലാണ് മതിയാവുക? ആകാശവും കടലും ഈ ഗോളമൊക്കെയും കൂട്ടിനുണ്ടെങ്കിലും അമ്മ ചിറകിനടിയിലേക്ക് ഒതുങ്ങിപ്പോകുന്ന സുഖത്തിൻ്റെ ആഴമിളക്കാൻ ആർക്കാണ് കഴിയുക? ജിൻസി സന്തോഷിൻ്റെ വരികളാണ്. വളരെ ശക്തമായി തന്നെ സാമൂഹികമായി ഇടപെടുന്ന, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വിഷയങ്ങളിലും ശക്തമായ പ്രതികരണങ്ങൾ സമ്മാനിക്കാറുള്ള എഴുത്തുകാരിയാണ് ജിൻസി സന്തോഷ്. ജിൻസി സന്തോഷിൻ്റെ രചനകളുമായി നമ്മൾ അടുത്ത വാരം ഒത്തുകൂടും. പത്മചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. പത്മചേച്ചിയോട് സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം അറിയിക്കുകയാണ്. ജിൻസിയുടെ അമ്മയുന്മകൾ എന്ന രചനയാണ് പങ്കുവയ്ക്കുന്നത്. നോവിൻ്റെ കൊക്കർണിയിലേക്ക് ആണ്ടുപോകുമ്പോഴൊക്കെയും വിരലുകളുടെ സ്നേഹകമ്പളം നീട്ടി പുതപ്പിക്കാൻ അമ്മയില്ലാതെ മറ്റേതു പുണ്യമുണ്ടാകും? അമ്മ എന്ന രണ്ടക്ഷരത്തിന് ഹൃദയത്തിൻ്റെ മിടിപ്പിനോളം താളമുണ്ട്. ഉൾക്കാടുകളിൽ നിന്നുയരുന്ന മുളന്തണ്ടിനീണം പോലെ, പ്രക്ഷുബ്ധമായ കടൽപ്പരപ്പിൽ കാറ്റുപാറ്റുന്ന ജലഗീതം പോലെ, കരിമ്പാറ വിടവുകളിൽ നിന്ന് ആകാശത്തെ സ്വപ്നം കാണുന്ന തുമ്പക്കുടം പോലെ, പെരുമഴ തോരങ്ങൾക്കിടയിൽ മിഴിനീർമണികളേന്തിയ ചേമ്പിൻ തൂമ്പിലെ ചന്തം പോലെ, ജീവന്റെ അവസാന ഞരമ്പിലെ രക്തതാളം വരെ, ഓർമ്മ പുസ്തകങ്ങളിലെ പിഞ്ഞിപ്പോകാത്ത ഒടുവിലത്തെ ഏടുവരെ, അമ്മയുന്മകളുടെ കടലാഴങ്ങളിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് സ്നേഹമുത്തുകൾ ഉമ്മ വയ്ക്കാൻ ഇനിയുമേറെ ജന്മം ഈ ഗർഭപാത്രത്തിൽ നിന്നു മാത്രം പിറവിയെടുക്കണമെന്ന് എഴുതിയാണ് പ്രിയപ്പെട്ട ജിൻസി സന്തോഷിൻ്റെ ആ രചന അവസാനിക്കുന്നത്. അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ടാണ്. അവസാനിച്ചോ എന്ന് ചോദിച്ചവരോട് ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഇഷ്ടമെന്ന വരിയാണ് പ്രിയപ്പെട്ട റിജിലേഷ് രാജ് പങ്കുവയ്ക്കുന്നത്. ജോത്സ്ന രഞ്ജിത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. നിറഞ്ഞ സ്നേഹത്തോടെ പ്രിയപ്പെട്ട ജോത്സ്ന രഞ്ജിത്തിനെയും MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. MyFM 99.7 കോവിഡ് കാലത്ത് തുടങ്ങിയ ഒരു ഫേസ്ബുക്ക് റേഡിയോ ആണെങ്കിലും ഒരുപാട് പ്രിയപ്പെട്ടവരോട് അതിനുശേഷവും സ്നേഹനിർഭരമായി ചേർന്ന് നിൽക്കാൻ ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടി സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ഇന്ന് ലൂയിസ് പീറ്ററുടെ അനുസ്മരണ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ ഒരു രചന പങ്കുവെച്ചുകൊണ്ട് ഈ ലൈവ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. സന്തോഷ് മലയാറ്റിലുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ജിൻസി സന്തോഷിൻ്റെ രചനയുമായി നമ്മൾ വീണ്ടും അടുത്ത വാരം ഒത്തുകൂടുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദിസ് ഇസ് MyFM 99.7 നമ്മളാം പൂക്കാലം. ഓരെന്നെ ശപിക്കുന്ന ദേവൻ എൻ പ്രാർത്ഥന തിരിച്ചു നൽകുന്നു.
എങ്ങനെ ഞാൻ ഈ നിശീതം കടക്കും, ഇന്നിങ്ങനെ സ്വപ്നമഴ പെയ്യുക, എങ്ങനെ വാക്കും കടൽ താണ്ടും അക്ഷരക്കും മരിച്ചു തിരിച്ചു പോയ, ഇടവരുതേ എന്നരുമയായി കാണുവാൻ, കരയരുതേ എന്ന് കവിഴ്ന്നൊഴുകുവാൻ, മുമ്പോട്ട് നോക്കാതെ വഴിയിളങ്ങുമ്പോൾ ഇനി വരില്ലേ എന്ന് അനുഗ്രഹിച്ചിടുവാൻ, വിലായുധത്തിന്റെ മുത്തണിയിക്കുവാൻ, പുലിയായി ആപാദം ഓമനിച്ചിടുവാൻ, വഴികളൊന്നൊന്നായി പിരിയുമ്പോഴും ഒടുങ്ങിയൊരുമിക്ക് നിഴലെ സംവേദിപ്പിക്കുക, നല്ലൊരാകാശം അർത്ഥചന്ദ്രന്മാരും 1 കോടി നക്ഷത്രജാലവും നേടുവാൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ലല്ല വെറുതെ മോഹിക്കുന്നു യാത്രയാകുന്നു. കടലാസ് വയ്ക്കുവാൻ ഒരു ചെറുതാങ്ങിന്റെ ചുമപോലുമില്ലാത്ത യാത്രികൻ, കടലാസ് വയ്ക്കുവാൻ ഒരു ചെറുതാങ്ങിന്റെ ചുമപോലുമില്ലാത്ത യാത്രികൻ, ഞാൻ വെറുതെ വരച്ചു നീ അക്ഷരക്കോലങ്ങൾ, മൃദുലമാണെങ്കിലോ നീ ക്ഷമിക്കുക, നീ മറക്കാൻ പഠിപ്പിച്ചവരെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചുകൊണ്ട് ലൂയിസ് പീറ്ററിനോടുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം സന്തോഷ് മലയാറ്റിൽ നിന്ന് പ്രിയപ്പെട്ട എഴുത്തുകാരനോടുള്ള ആദരവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ലൈവ് അവസാനിക്കുകയാണ്. അടുത്ത വാരം നമ്മൾ ജിൻസി സന്തോഷ് ആനക്കരയുടെ രചനയുമായി റീഡിംഗ് ടൈമിൽ വീണ്ടും ഒത്തുകൂടും. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്നേഹം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് അവസാനിക്കുന്നു. ദിസ് ഇസ് മൈ FM 99.7 നമ്മളാം പൂക്കാലം, അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ്. അതേ ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM മൈ FM 99.7 നമ്മളാം പൂക്കാലം, ഫസ്റ്റ് ഫാമിലി FM റേഡിയോ ഇൻ ഫേസ്ബുക്ക്. താങ്ക് യു.